അപ്പോ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാണിച്ചല്ലോ ഉസ്താദെ, സുബ്ഹിന്റെ ഖുനൂത്ത് മറന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണോന്നാണ് ഒരു ചോദ്യം. സുബ്ഹിന്റെ ഖുനൂത്ത് സുന്നത്താണ്, അബ്വാബ് സുന്നത്തിൽപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് ഉപേക്ഷിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സഹ്വിന്റെ സുജൂദ് ഒരിക്കൽ നിർബന്ധമല്ല, അത് സുന്നത്താണ്. അത് മനസ്സിലാക്കണം. അതിന് അബ്വാബ് സുന്നത്തിൽപ്പെട്ട ഒരു വിഷയം കരുതി കൂട്ടി ഉപേക്ഷിച്ചു. എന്നാലും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. മറന്ന് ഉപേക്ഷിച്ചാലും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ സഹ്വിന്റെ സുജൂദിന്റെ മസ്അല, അതിന്റെ നിയമം, അതിന്റെ ഹുക്ം എന്താണ്? അത് സുന്നത്താണുള്ളതാണ്, വുജൂബല്ല. പിന്നെ അപ്പൊ ഇനി ഒരാൾ സുബഹിക്ക് ഖുനൂത്ത് ഓതിയില്ല, സഹ്വിന്റെ സുജൂദും ചെയ്തില്ല, വെറും 2 റക്അത്ത് നിസ്കരിക്കുക മാത്രം ചെയ്തു നിൽക്കുന്നാലോ, എന്നാലും അവന്റെ നിസ്കാരം സഹിയാകും. പക്ഷേ ഖുനൂത്ത് ഓതിയ സുന്നത്തിന്റെ കൂലി കിട്ടൂല. മറ്റൊന്ന്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സൗദിയിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നാണിപ്പോ. ശരീഅത്ത് അനുസരിച്ചാണ് അത് നടത്തപ്പെടുന്നത് എന്ന് അവർ പറയുന്നു. അത് സൗദിയിലത്തെ ബാങ്ക് ഏത് ബാങ്കാന്ന് എനിക്കറിയില്ല. ഏതായാലും ശരീഅത്ത് നിയമം അനുസരിച്ച് നടത്തപ്പെടുന്ന ബാങ്കാണെങ്കിൽ അതിൽ ലോൺ എടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. സൗദിയിലത്തെ ബാങ്കിനെ കുറിച്ചൊന്നും എനിക്ക് പരിചയമില്ല. എനിക്ക് ദുബായ് പിന്നെ ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ച് അബുദാബി ഇസ്ലാമിക് ബാങ്ക് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അറിയാം. അതിൽ ഇടപാട് നടത്തൽ ഹലാലാണ്, അത് അനുവദനീയമാണ്. കാരണം അതിൽ പലിശ ഇടപാടില്ല. അതിന്ന് ലോൺ എടുക്കുന്നവർ അധികം അടക്കും വേണ്ട. അതിന്ന് പിന്നെ അതിലാരും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പലിശയായിട്ട് അതിന് ലാഭമൊന്നും കിട്ടും ചെയ്യില്ല. പലിശ ലാഭം ഉണ്ടല്ലോ, അത് കിട്ടൂല. പിന്നെ അതിൽ ആരും പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് പല ഇടപാടുകൾ നടത്തുന്നുണ്ട്, പല ബിസിനസ്സുകളും അവർ നടത്തുന്നുണ്ട്, പല കമ്പനികളും ഫാക്ടറികളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. അതിൽ ഇയാൾ കൂടി പങ്കുകാരനാണ് എന്നാണ്. ഇയാൾ അതിൽ ബാങ്ക് നിക്ഷേപിച്ച പൈസയുടെ തോതനുസരിച്ച്, അതിന്റെ വിഹിതം അനുസരിച്ച് അവർ നടത്തുന്ന ബിസിനസ്സിലും ഇയാൾ പങ്കാളിയായിരിക്കും. അപ്പൊ അതിന്റെ ആ തോതനുസരിച്ച് അതിൽ പൈസ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് അതിന്റെ ലാഭം കിട്ടുന്നു. അതായത് കച്ചവടത്തിൽ, കൂറുകച്ചവടത്തിൽ ഇതിന്റെ ലാഭം ഉണ്ടല്ലോ, ആ രീതിയിൽ ലാഭം കിട്ടുകയാണ്. അതല്ലാതെ പലിശ അല്ല ഇസ്ലാമിക് ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ലോൺ എടുത്താൽ പലിശ അടക്കും വേണ്ട. എത്രയാണ് ലോൺ എടുത്തെങ്കിൽ അത് മാത്രം അടച്ചാൽ മതി. അങ്ങനെയാണ് കണക്ക്. അതുപോലെയാണ് സൗദിയിലത്തെ ബാങ്കുകളെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ ഔട്ട് ബാങ്കിനെ കുറിച്ച് നമുക്കറിയില്ല. അതിൽ പലിശ ഇടപാടുണ്ടോ ഇല്ലേ നോക്കണം. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കാനും മറ്റും ചെയ്യൂല, അല്ലെങ്കിൽ വിരോധവുമില്ല. മറ്റൊന്ന്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരാൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രക്ക് അദ്ദേഹം സൗദിയിൽ റൂമിൽ എത്തുന്നത് ഇശാ സമയത്ത് ആണ്. നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്. അപ്പോ ചോദ്യം എന്താ? അത് ഓൺ ചെയ്യും, അതൊക്കെ ഓണാക്കണ്ടേ? അപ്പോ ഞാൻ ഇവിടെ ശരിയാക്കിയായിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങിയതാണ്. അതോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരിമാരോട് ഒരു വിഷയം പറയാണ്ട്. അവിടെ കേൾക്കില്ലേ നോക്കി, ഒരു വിഷയം അവരോട് പറയാനുണ്ട്. ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 1-2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാരുടെ റൂമിലേക്ക് കേൾപ്പിക്കാൻ അവിടെ കുറച്ച് തടസ്സം ഉണ്ടായിരുന്നത് കാരണം ഇപ്പൊ കേൾപ്പിക്കണേ ഉള്ളൂ. അതുകൊണ്ട് പറയാൻ സഹോദരിമാരോട് പറയാനുള്ളത്, സഹോദരിമാരോട് പറഞ്ഞപ്പോഴുള്ള വിഷയമല്ലേ ഇതൊക്കെ വെച്ചിട്ട് വിഷയം പറഞ്ഞാൽ ലോകം ഒന്നായി കേൾക്കും. അതപ്പോഴുള്ള വിഷയം നമ്മളിവിടെ സംസാരിക്കണതേ ഈ റൂമിലും അടുത്ത റൂമിലും മാത്രമല്ല, നമ്മുടെ ഈ മജ്ലിസിൽ മാത്രമല്ല കേൾക്കുക, വേണമെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കേൾക്കും. അതാണ് ഉള്ള പ്രശ്നം. ഏതായാലും ഓരോട് പറയാനുള്ള സ്വകാര്യമാണേനും അത് നമ്മുടെ സഹോദരിമാരല്ലേ, അപ്പൊ നമുക്ക് കേൾക്കാലോ, അതുകൊണ്ട് വിരോധമൊന്നും ചെല്ലുന്നേ. പിന്നെ
നമ്മുടെ നിങ്ങള് നിങ്ങളുടെ മജ്ലിസിന്റെ തൊട്ടടുത്തുള്ള റൂമുണ്ടല്ലോ, ആ റൂമിൽ ഇൻഷാ അല്ലാഹ് അത് ഒരു മേശ, അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നാളെ മുതൽ മറ്റന്നാൾ മുതൽക്കൊക്കെ അതിലായിരിക്കും ചായയും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ വെക്കുക. അപ്പൊ ആ റൂമിന്റെ പുറത്തേക്ക് ഒരിക്കലും ഒരു വെള്ളമോ അതിൽ ബിസ്ക്കറ്റോ ചായയോ ഒന്നും കൊണ്ടുപോകരുത്. കാരണം അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചായയും വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ തിന്നുകയാണെങ്കിൽ ആ റൂമിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കുക. ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുത്. പിന്നെ അതിന് പരിസരം മറ്റൊക്കെ വളരെ വൃത്തികേടാകുന്നുണ്ട്, അത് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം. അതൊക്കെ പ്രത്യേകിച്ച് ആ കാർപ്പറ്റൊക്കെ ഉണ്ടല്ലോ, കാർപ്പറ്റ് മേലൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ആ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്ക് മുട്ടായും മറ്റേ ഇതൊക്കെ കൊടുക്കേണ്ടി വരും, ചായയും വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഈ നാളെ മുൻപ് ഇൻഷാ അല്ലാഹ് മറ്റേ ഇതൊക്കെ വെക്കുക ആ റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിരിക്കും. അവിടെ പോവുക, നിങ്ങൾ ചായ കുടിക്കുക, ബിസ്ക്കറ്റൊക്കെ തിന്നുക, വേണ്ടതൊക്കെ ചെയ്യുക. ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നറിയിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ചായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചായ ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമിന്റെ ആൾക്കാരൊക്കെ, ക്ലാസ് റൂമിന്റെ ആളുകൾ ചോദിക്കാൻ ചായ ഉണ്ടോന്ന്, നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ യാതൊരു മാർഗമില്ല. ഇനി വേറെ അവിടുന്ന് നമ്മുടെ ഹിസാബിൽ കുടിക്കാൻ തിരക്കണമില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോൾ കേരളത്തിലേക്ക് വരുന്നുവോ അപ്പോൾ നിങ്ങൾ മജ്ലിസ് സന്ദർശിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല സ്വീകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു വിഷയം, ഇപ്പൊ 1-ാം തീയതി മുതൽ സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും അടക്കുകയാണ്, പൂട്ടുകയാണ്. എല്ലാ സ്കൂളും 2 മാസം ഒഴിവാണ്. 2 മാസത്തെ ഈ ഒഴിവ് സമയത്ത് നിങ്ങളുടെ വീടുകളിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ ഒരു SSLC പിന്നെ തലങ്ങളിൽ UP തലങ്ങളിലൊക്കെ ഉള്ള കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ കോളേജ് തലങ്ങളിലെ ആളുകൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഒരു ഉച്ചക്ക് 2 മണി മുതൽ ഒക്കെ, ആൺകുട്ടികളാണ് പറഞ്ഞാൽ തർക്കമില്ല, എന്നാൽ അവർക്ക് ചില സൂറത്തുകൾ, ചില ദുആകൾ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. തറാവീഹിന് ഇമാമത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് യോഗ്യരാക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, ഖബറിന് പോയാലുള്ള ദുആ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വിടണം. ഉച്ചക്ക് 2 മണി മുതൽ ഒരു 4 മണി വരെയൊക്കെ സംസ്കാരം കഴിഞ്ഞിട്ട് പിരിയുകയും ചെയ്യും ആ രീതിയിൽ. അതിന് പുറമെ നമ്മുടെ പെൺകുട്ടികൾ, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളാവട്ടെ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാവട്ടെ, അവരെയും ഒരു നിശ്ചയ സമയത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുത്തണം. അവർക്ക് 2 മാസത്തേക്കുള്ള പ്രത്യേകമായ കോഴ്സ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ക്യാമ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. ആ വിഷയം ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പിന്നീട് അറിയിക്കും. അതുപോലൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പം പറഞ്ഞത് ചോദ്യങ്ങൾക്ക് കിടക്കുകയാണ്. ഉസ്താദെ, ഒരാൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി യാത്രക്ക് അദ്ദേഹം സൗദിയിൽ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്രക്ക് ഇറങ്ങി എന്നർത്ഥം, സൗദിയിൽ റൂമിൽ എത്തുന്നത് ഇശാ സമയത്താണ്. നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം എന്നാ പരിപാടി? നാട്ടിൽ നിന്നേ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി സൗദിയിലെത്തുന്ന ഇശാന്റെ സമയത്താണ്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ ളുഹ്ർ, അസർ, മഗ്രിബൊക്കെ എന്താ ചെയ്യണം, എന്താണ് ഇങ്ങനത്തെ ചോദ്യം? അതൊക്കെ ജമ്മാക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ? ജംആക്കാം, ളുഹ്റും അസറും കൂടി ജംആക്കാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ടു കടന്നാൽ പിന്നെ അവൻ മുസാഫിറായി. ഉദാഹരണം പറയണം, കൊരട്ടിക്കര നിവാസികൾ ഈ കൊരട്ടിക്കര മഹലിന്റെ അതിർത്തി വിട്ടു കടന്നാൽ പിന്നെ അവൻ മുസാഫിറാണ്. ഏത് 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തിരുവനന്തപുരത്തേക്കോ അത് കഴിഞ്ഞ് ബോംബെയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ എവിടുക്കാനും വേണ്ടില്ല, 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര പോവാണ്. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അയാൾ മുസാഫിറാവില്ല, മുസാഫിറിന്റെ ഹുക്കുമാവില്ല. പിന്നെ നമ്മളുടെ മഹലിന്റെ അതിർത്തി വിട്ടു കടന്നാൽ അവൻ മുസാഫിറായി. മഹലിന്റെ അതിർത്തിയാണ് വിട്ടു കടന്നാൽ പിന്നെ അവന് ളുഹ്ർ അസറും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി, മഗ്രിബ് ഇശയും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി. അതുപോലെ 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ മസല നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന മഹല്ല്, ആ മഹല്ലിൽ വെച്ച് ഖസ്റും ജംഉം പറ്റൂല. ആ മഹല്ലിന്റെ അതിർത്തി വിട്ടു കടന്നാൽ, ഉദാഹരണം പറയുന്നത് കൊരട്ടിക്കര നിവാസികൾ കൊരട്ടിക്കര മഹല്ല് കഴിഞ്ഞ് പെരുമ്പലാവിൽ കണ്ടെത്തി നിൽക്കുക, എന്നാൽ അവൻ എന്തായി? മുസാഫിറായി. പെരുമ്പലായി പോയിട്ട് ഇങ്ങോട്ട് മടങ്ങാണിയിലല്ല, അവൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്, അല്ലെങ്കിൽ മദ്രാസിലേക്കാണ്, അല്ലെങ്കിൽ ബോംബെയിലേക്കാണ്, അല്ലെങ്കിൽ ദുബായിലേക്കാണ്,
അതായത് 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. എന്നാൽ ഈ കൊരട്ടിക്കർ മഹലിന്റെ അതിർത്തി വിട്ടുകടന്നാൽ അവന് ഈ ഖസ്റും ജംഅൊക്കെ ബാധകമാണ് എന്നർത്ഥം. അപ്പൊ അവൻ അനി എന്ത് ചെയ്താൽ മതി? ലുഹറും അസറും കൂടി ഒന്നുകിൽ ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കാം. ലുഹറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് മുന്തിച്ച് ജംഅാക്കുക എന്നാ പറയാം. അപ്പൊ ലുഹറും അസറും കൂടി ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കുന്നു. അപ്പൊ അവിടെ എന്താ ഉള്ളത് ചെണ്ട? അവിടെ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ആദ്യം ലുഹർ നിസ്കരിക്കണം, എന്നിട്ട് അസർ നിസ്കരിക്കാവൂ. അതാണ് ഒരു നിബന്ധന. രണ്ടാമത്തത്, ലുഹറിൽ നിന്ന് പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പായി അവൻ മനസ്സിൽ കരുതണം, അസറും ഞാൻ ഇതോടുകൂടി നിസ്കരിക്കും എന്ന് അവൻ മനസ്സിൽ കരുതണം. രണ്ടാമത്തെ നിബന്ധന അതാ. മൂന്നാമത്തെ നിബന്ധന, ലുഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസർ നിസ്കരിക്കണം. ഫസ്ൽ ദീർഘിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ മുന്തിച്ച് ജംഅാക്കുകയാണെങ്കിൽ, അഥവാ ലുഹറും അസറും കൂടി ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ആദ്യം ലുഹർ നിസ്കരിക്കണം, എന്നിട്ട് അസർ നിസ്കരിക്കാവൂ. അതാണ് ഒരു നിബന്ധന. മറ്റൊന്ന്, ലുഹർ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അവൻ മനസ്സിൽ കരുതണം, ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അസറും ഇതോടുകൂടി ജംഅാക്കി നിസ്കരിക്കും എന്നവൻ മനസ്സിൽ കരുതണം. 2, മൂന്നാമത്തെ നിബന്ധന, ലുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ തന്നെ അസർ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കാനോ നിൽക്കാൻ പാടില്ല, പിന്നെ കുറെ സമയം വൈകാൻ പാടില്ല. സലാം വീട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യാം? എഴുന്നേറ്റ് നിൽക്കുക, അസർ നിസ്കരിക്കണം. ലുഹറിന്റെ ശേഷമുള്ള സുന്നത്തൊന്നായി അപ്പം നിസ്കരിക്കാൻ പാടില്ല, അതൊക്കെ അസറും കൂടി നേരിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 3 നിബന്ധനയാണ് മുന്തിച്ച് ജംഅാക്കുന്നത്. ഇനി ലുഹറും അസറും കൂടി എന്ത് ചെയ്യാം? അസറിന്റെ സമയത്ത് നിസ്കരിക്കാം. അതിനെ പിന്തിച്ച് ജംഅാക്കുക എന്ന് പറയും. അവിടെ എന്താ നിബന്ധന? അവിടെ ആകെ ഒരു നിബന്ധനയേ ഉള്ളൂ. എന്താ നിബന്ധന? ലുഹറിന്റെ വഖത്ത് ഖളാ ആവുന്നതിന് മുമ്പായിട്ട് അവൻ മനസ്സിൽ കരുതണം, ഈ ലുഹർ ഞാൻ അസറിന്റെ സമയത്ത് അസറിനോട് കൂടി ജംഅാക്കി നിസ്കരിച്ചു കൊള്ളാം എന്ന് അവൻ മനസ്സിൽ കരുതണം. വേറെ ഒരു നിബന്ധനയും ഇല്ല. മനസ്സിലായല്ലോ? പിന്തിച്ച് ജംഅാക്കുകയാണെങ്കിൽ, അതായത് ലുഹറും അസറും കൂടി അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്നെങ്കിൽ ഒറ്റ നിബന്ധനയേ ഉള്ളൂ. എന്താണ് നിബന്ധന? ലുഹറിന്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ലുഹർ ഖളാ ആവുന്നതിന് മുമ്പ് അവൻ മനസ്സിൽ കരുതുക, ഈ ലുഹർ നിസ്കാരം അസറിന്റെ സമയത്ത് അസറിനോട് കൂടി ജംഅാക്കി ഞാൻ നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതിയാൽ മതി. വേറെ നിബന്ധനയില്ല. ഇനി അസറായ ശേഷം ആദ്യം ലുഹർ നിസ്കരിക്കാം, അസർ നിസ്കരിക്കാം, ഏത് നിസ്കരിക്കാം. ഇനി ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറ്റേ നിസ്കാരം നിസ്കരിച്ചാലും മതി, അതുകൊണ്ടും വിരോധമില്ല. അപ്പൊ ഇതിന് പിന്തിച്ച് ജംഅാക്കുക എന്ന് പറയാം. അതുപോലെ തന്നെ മഗ്‌രിബ് ഇശാ അങ്ങനെ തന്നെ. അപ്പൊ സൗദിയിലേക്ക് പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞു, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ലുഹറിന്റെ സമയത്ത് പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി നിൽക്കുക. എന്നാൽ പിന്നെന്ത് ചെയ്യുക? ലുഹറും അസറും കൂടി അവിടെ ജംഅാക്കി നിസ്കരിക്കുക. ലുഹറും അസറും കൂടി ജംഅാക്കി നിസ്കരിക്കുക, എന്നിട്ട് വിമാനം കയറുക. ഇനി പറഞ്ഞൊന്നും ഒരു പ്രശ്നം ചെല്ലല്ലേ? ഇല്ല, കാരണം അവന്റെ ലുഹറും അസറും നിസ്കാരം കഴിഞ്ഞു. ഇനി മഗ്‌രിബിന്റെ സമയത്താണ് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയത് നിൽക്കുക. എന്നാ മഗ്‌രിബ് അവിടെ നിസ്കരിച്ചാൽ മതി. അത് തന്നെ മഗ്‌രിബോട് കൂടി ഇശയും കൂടി നിസ്കരിക്കും ചെയ്യാൻ വേണമെങ്കിൽ. മഗ്‌രിബോട് കൂടി ഇശയും കൂടി കൊണ്ട് മുന്തിച്ച് ജംഅാക്കിയിട്ട് അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇശ നിസ്കരിക്കുക. അങ്ങനെ ഇശാന്റെ സമയം കടക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ റൂമിൽ എത്തി നിൽക്കുന്നാലോ, ഇശാന്റെ സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു? അവന്റെ റൂമിലേക്ക് അവൻ എത്തിന്നാലോ, എന്നാലും പിന്നെ ഇശ നിസ്കരിക്കണ്ട. കാരണം ആ ഇശ അവൻ നേരത്തെ മഗ്‌രിബിനോട് കൂടി ജംഅാക്കി നിസ്കരിച്ചിട്ടുണ്ട്. ജംഅാക്കൽ അനുവദിക്കപ്പെട്ട സമയത്ത് അവൻ ജംഅാക്കി നിസ്കരിച്ചിട്ടുണ്ട്, ഇനി മടക്കി നിസ്കരിക്കണ്ട. മനസ്സിലായല്ലേ? സഹോദരിമാർക്ക് സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറുമായി സംസാരിക്കുക, ടീച്ചർ സംശയം തീർത്തത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോഴും കുറെ PM വരണുണ്ട്. ഞാനിപ്പോൾ പഴയതിൻ്റെ ഒക്കെ മറുപടി പറയട്ടെ, എന്നിട്ട് അതിന് ശേഷം മറ്റൊന്ന് നോക്കാം. രണ്ടും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഒരു ഖത്തം പകുതി വീതം രണ്ട് ആളുകളെ ഓതി തീർത്താൽ, 2 ആളുകൾ ഓതി തീർത്താൽ ഖത്തം തീർത്ത പ്രതിഫലം കിട്ടുമോ എന്നാണ് ചോദ്യം. ഖുർആനെ ഒരാൾ നീർച്ചയാക്കിയത്, ഒരു ഖത്തം ഓതാൻ ഞാൻ നീർച്ചയാക്കിയെന്ന്, ഒരു ഖത്തം ഓതാൻ ഞാൻ നീർച്ചയാക്കിയെന്നാണ് ഒരാൾ നീർച്ചയാക്കുന്നത്. എന്നാൽ അത് അയാൾ തന്നെ ഓതണം. ഒരു ഖത്തം ഞാൻ ഓതാൻ നീർച്ചയാക്കിയെന്ന ആള് പറഞ്ഞത്, എന്നാൽ അത് അയാൾ തന്നെ ഓതണം, വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അയാൾ ആ ഖത്തം ഫുള്ളായിട്ട് ആൾ തന്നെ ഓതണം. നേരെ മറിച്ച് ഒരു ഖത്തം ഓതാൻ നീർച്ചയാക്കിയെന്നുള്ളൂ, ഞാൻ ഓതാൻ നീർച്ചയാക്കിയിട്ടൊന്നുമില്ല, ഒരു ഖത്തം ഓതാൻ നീർച്ചയാക്കി. എന്നാൽ അത് അയാൾ ഓതിയാലും വേണ്ടില്ല, ഓതാൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലും വേണ്ടില്ല, അതുകൊണ്ടും വിരോധമില്ല. അത് ഓതാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, ഇനി 2 ആളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല. അതല്ലെങ്കിൽ 30 ജുസ് ഉണ്ടല്ലോ, ഓരോ ജുസ് ഓതാൻ വേറെ 30 ആൾക്കാരെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല,
ഖുർആൻ മുഴുവൻ ഓത്ത് നടന്നാൽ മതി. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഖുർആൻ മുഴുവൻ ഞാൻ ഓതാൻ ഞാൻ നേർച്ചയാക്കി എന്നാണ് അവിടെ ഒരാൾ പറയുന്നത്. എന്നാൽ അയാൾ തന്നെ അത് ഓതണം. നേരെ മറിച്ച് അയാൾ നേർച്ചയാക്കിയത് ഖുർആൻ ഒരു ഖത്തം തീർക്കാൻ നേർച്ചയാക്കിയെന്നാണ്. അതെ, ഖുർആൻ ഒരു ഖത്തം ഖുർആൻ ഓതാൻ നേർച്ചയാക്കിയെന്ന. എന്നാൽ അയാളുടെ പേരാൾ പറഞ്ഞു, അയാൾ ഓതുന്ന അയാൾ കരുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ആരെങ്കിലും ആയിട്ട് ഓതി തീർത്താൽ മതി. അത് ഒരാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, രണ്ടാളെ ഏൽപ്പിച്ചാലും വേണ്ടില്ല, ഇനി ഓരോ ദിവസം ഓതാൻ വേറെ വേറെ ഓരോരുത്തരെ ഏൽപ്പിച്ചാലും വേണ്ടില്ല. എങ്ങനെയാലും ശരി ഖത്തം ഓത്ത് അവിടെ നടക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ചോദ്യം, 3-ൽ കൂടുതൽ തുടരെയുള്ള അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാകുമല്ലോ. ഇവിടെ പല ഇമാമുകളും അങ്ങനെ ചെയ്യുന്നത് കാണുന്നു എന്നാണ്. ഇവിടെ ഗൾഫിൽ എവിടെയെങ്കിലും ആയിരിക്കുമേ തുടർച്ചയായ 3 അനക്കം നനഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ. ഇവിടെ പല ഇമാമുകളും തുടർച്ചയായ 3 എന്നല്ല കുറെ അനങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഇമാമിനെ തുടരാൻ പറ്റുമെന്നാണ് ഉള്ള വിഷയം. തുടർച്ചയായ 3 അതായത് കസ്റത്തുൽ അഫ്ആലാണ്. അധികം പ്രവർത്തികൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിലൊരു മദ്ഹബിന്റെ ഇമാമികൾക്കതിലും അഭിപ്രായ വ്യത്യാസമില്ല. തുടർച്ചയായി കൂടുതൽ പ്രവർത്തനങ്ങൾ, നിസ്കാരത്തോട് ബന്ധപ്പെടാത്ത കൂടുതൽ പ്രവർത്തികൾ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ ഈ കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ എന്നാൽ എത്രയാണ്? ഷാഫി ഇമാമിന്റെ അടുക്കൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 3 അനക്കമാണ്. ആ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കിയാലും കാല് ഇങ്ങനെ അനക്കിയാലും തുടർച്ചയായിട്ട് 3 അടികൾ ആണ് നടന്ന് ഇന്നലെ സംസ്കാരം ബാത്തിലാകും. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. അതേ സമയത്ത് തുടർച്ചയായിട്ടല്ല, രണ്ട് അനക്കം തുടർച്ചയായിട്ട് നടത്തി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, നിർത്തി, എന്നിട്ട് 3-ാമത്തെ അനക്കം അനങ്ങി, നമസ്കാരം ബാത്തിലാവൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ചവിട്ടടി കണ്ട് മുമ്പിൽ എടുത്തു വെച്ചു, 2 അടി മുമ്പിൽ എടുത്തു വെച്ചു ഒന്നിച്ച്, പിന്നെ നിന്ന്, പിന്നെ 1 അടിയും കൂടെ എടുത്തു വെച്ചു. അപ്പൊ തുടർച്ചയായ 3 അനക്കമായിട്ടില്ല, തുടർച്ചയായ 2 അനക്കമായിട്ടുള്ളൂ. പിന്നെ 3-ാമത്തെ അനക്കം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അണിയിക്കുന്നത്. അപ്പൊ നിസ്കാരം ബാത്തിലാവൂല. ഷാഫി മദ്ഹബിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അല്ലെങ്കിൽ ഒരാളുടെ കൈ തുടർച്ചയായി 2 പ്രാവശ്യം അനക്കി, പിന്നെ ഒന്ന് നിർത്തി, അല്പം നേരം നിർത്തി, എന്നിട്ടാണ് പിന്നെ 3-ാമത്തെ അനക്കം അനങ്ങുന്നത്, എന്നാലും നിസ്കാരം ബാത്തിലാവൂല. നേരെ മറിച്ച് തുടർച്ചയായിട്ട് 3 അനക്കം കണ്ട് അനങ്ങി നിൽക്കുക, എന്നാൽ നിസ്കാരം ബാത്തിലാകും. മനസ്സിലായല്ലോ? ഷാഫി മദ്ഹബിൽ അപ്പോ കൂടുതൽ അനക്കം എന്ന് പറയുന്ന ഉദ്ദേശം, കൂടുതൽ പ്രവൃത്തി എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം 3 പ്രവർത്തികൾ ഒന്നിച്ച് ചെയ്യുക, അതാണ്. 3 പ്രാവശ്യം ഒന്നിച്ച് ചെയ്യുക, തുടർച്ചയായി ചെയ്യുക. ഇതാണ് ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ അധികരിച്ച പ്രവർത്തനങ്ങൾ നിസ്കാരം ബാത്തിലാക്കും എന്ന് പറയുന്ന ഉദ്ദേശ്യം. നേരെ മറിച്ച് ഹംബലി മദ്ഹബിലും സഹോദരിമാര് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ സംസാരിക്കണത് നിങ്ങളോട് മാത്രമല്ലല്ലോ, നമ്മൾ ഇവിടുത്തെ ഷാഫി മദ്ഹബുകാരാണ്. ഇവിടെ പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും, ഇപ്പൊ സൗദി അറേബ്യയിൽ, ബഹ്റൈൻ, ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ അതിലുണ്ട്. അപ്പൊ അവരുടെ ഇമാമ് അവർ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിലത്തെ ഇമാം ഷാഫി മദ്ഹബുകാരനായിക്കോണമെന്നില്ല. ചിലപ്പോൾ ഹംബലി മദ്ഹബുകാരനോ മാലിക്കിയോ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇമാമിനെ തുറന്നിട്ടാണ് ഇവർ നിസ്കരിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഓരോ സംശയങ്ങൾ, ആ ഇമാമിന്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളെ കുറിച്ച് ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടല്ലോ, അത് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നതല്ലാത്ത ചില ചോദ്യങ്ങളും ചില മറുപടികളൊക്കെ ഇവിടെ കേൾക്കും. അപ്പൊ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം അറിയിക്കുകയാണ്. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച്, ഹംബലി മദ്ഹബ് അനുസരിച്ചും മാലിക്കി മദ്ഹബ് അനുസരിച്ചും പിന്നെ ഈ നിസ്കരിക്കുന്ന ആള് ഇങ്ങനെ അനങ്ങുന്നു, നിസ്കാരത്തിലാണോ അല്ലേ എന്ന് സംശയിക്കുന്ന രീതിയിൽ ആൾ അനങ്ങുന്നു. ആ രീതിയിൽ അനങ്ങുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല എന്നാണ്. അതായത് ഉദാഹരണം പറഞ്ഞ ഒരു ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, ഇമാമ് പലതും കാട്ടിപ്പോയിട്ടുണ്ട്. അയാളെ കന്തൂർ അങ്ങനെ ആക്കണ്, ഇങ്ങനെ ആക്കണ്, പിന്നെ അതിന്റെ മുണ്ട അങ്ങോട്ട് ഇക്കണ്, തുണി അങ്ങോട്ട് ആക്കണ്, പിന്നെ അങ്ങനെ പലതും കാട്ടുണ്ടാണ്. പക്ഷെ ഈ കാട്ടിക്കൂട്ടലൊക്കെ പാടെ കാണുമ്പോൾ അത് കാണുന്ന ആൾക്ക് സംശയം തോന്നും, ഇയാൾ നിസ്കാരത്തിലാണോ അതല്ല നിസ്കാരത്തിന്റെ പുറത്താണോ എന്ന് സംശയം തോന്നുമാർ ഇമാമിന്റെ അടുക്കൽ പ്രവർത്തനം ഉണ്ടാവുകയാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് കസീറായ ഫിഅലി എന്ന് പറയും, അങ്ങനെ ചെയ്ത നിസ്കാരം ബാത്തിലാകും. അതല്ല അയാൾ നിസ്കാരത്തിലാണുള്ള വിഷയത്തിൽ ഈ കാണുന്ന ആൾക്ക് സംശയം ഉണ്ടാവില്ല നിൽക്കുക, എന്നാൽ അത്രയും അനക്കെയാണ് അനങ്ങണത്, എന്നാൽ നിസ്കാരം ബാത്തിലാവുകയും ഇല്ല എന്നാണ് ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണം, അസീസ് ഇമാനിക്ക് മനസ്സിലാക്കണം, ഞാനിപ്പോ ഈ പറഞ്ഞ മനസ്സിലാക്കണം. ഒന്നുകൂടി പറയണ, ഒരു നിസ്കരിക്കുന്ന ആളെ എന്താ ഒരു ചലനം കാണാത്തത്? ക്ലാസ് റൂമിൽ നിന്ന് എന്താ ഒരു ഒന്നും ഉണ്ട്.
അപ്പൊ അബ്ദുള്ള സാഹിബ് പറഞ്ഞല്ലോ, ഓക്കെ, ഒന്നുകൂടി പറയണല്ലേ, ആയിക്കോട്ടെ, ഒന്നുകൂടി പറയാം. അതായത് ഈ ഇമാമ് പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇമാം നിസ്കാരത്തിൽ പെടാത്ത പല പണികളും ചെയ്യുന്നു. ആ പണികൾ കാണുമ്പോൾ കാണുന്ന ആൾക്ക് സംശയം, എന്ത്, ഇയാൾ നിസ്കാരത്തിൽ തന്നെ ആണോ അല്ലേ എന്ന് സംശയം. ആ രീതിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് കസീറായ ഫിഇല്, അധികരിച്ച പ്രവർത്തനം എന്ന് പറയും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് അത് കാണുന്ന ആൾക്ക് സംശയമൊന്നുമില്ല, ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണ്, പക്ഷെ അത് കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, അത് നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലാണല്ലോ, എന്നാൽ നിസ്കാരം ബാത്തിലാവുകയും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിലേ, നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്, മൈക്കൊന്ന് ശരിയാക്കുന്നുണ്ട്, ആൾ കന്തൂറുണ്ടാക്കുന്നില്ല, കന്തൂറൊക്കെ ഒന്ന് കയറ്റുന്നുണ്ട്, മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട്, അങ്ങനൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കാണുന്ന ആൾക്ക് തന്നെ തോന്നുന്നു ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട്, എന്നാൽ നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ അല്ല, കാണുന്ന ആൾക്ക് സംശയം, ഇയാളിപ്പോ നിസ്കാരത്തിലാണോ അതല്ലേ, നിസ്കാരത്തിലാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ ഒരു സംശയം. ആ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ അയാൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ അതിന് കസീറായ ഫീൽ എന്ന് പറയും, അധികരിച്ച പ്രവർത്തനം എന്ന് പറയും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഇതാണ് ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും. എന്നാൽ ഹനഫി മദ്ഹബ് കുറച്ചും കൂടി വിശാലമാണ്. ഇമാമി കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നിസ്കാരത്തിലല്ല എന്ന് പിന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലായി നിൽക്കുക, എന്നാൽ നിസ്കാരം ബാത്തിലാവും. സംശയമുള്ള രീതിയിലാണെങ്കിലോ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യൂലാണ്. നിസ്കാരത്തിൽ തന്നെയാണോ എന്ന കാര്യത്തിൽ പിന്നെ കാണുന്ന ആൾക്കൊരു സംശയം വരും. ആ രീതിയിലാവുമ്പോൾ നിസ്കാരം ബാത്തിലാവുന്നതാണ് ഇപ്പൊ മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും ഒക്കെ. എന്നാൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാവുമ്പോൾ ബാത്തിലാവൂല എന്നാണ്. പിന്നെ ഉറപ്പ്, ഇയാൾ നിസ്കാരത്തിലല്ല എന്നെല്ലാം തോന്നും ഈ കാണുന്ന ആൾക്ക്, അത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലേ ബാത്തിലാകൂ എന്നാണ് ഹനഫി മദ്ഹബ്. ഇപ്പൊ മനസ്സിലായപ്പോ 4 മദ്ഹബുല്ലേ. അപ്പൊ തുടർച്ചയായി 3 അനക്കെന്നുള്ളത് ഇപ്പൊ നമ്മുടെ മദ്ഹബിലാണ്. അപ്പൊ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞതിനുണ്ട്. അപ്പൊ സൗദിയിലൊക്കെ മസ്ജിദുൽ ഹറാമിലെ ഇമാമുമാരൊക്കെ തന്നെ അല്ലേ, മസ്ജിദുൽ ഹറാമിലെ ഇമാമുമാരൊക്കെ തന്നെ കാണാൻ നിസ്കരിക്കുമ്പോ അവരുടെ ആ ബിഷ്ത് ഉണ്ടാവും, ആ കന്തൂറിന്റെ മേലുള്ള അത് ചിലപ്പോ അവർ ഒന്നിട്ട് നന്നാക്കും, ഒന്നാണ് കയറ്റം, ഒന്നിട്ട് ഇറക്കും. തുടർച്ചയായി 3, 4, 5, 6 എന്നല്ല, കുറെ തുടർച്ചയായി പ്രവർത്തനം നടത്തും. എന്നാൽ അവരുടെ മദ്ഹബ് അനുസരിച്ച് അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. അവർ മിക്കവാറും ഹംബലി മദ്ഹബുകാരാണ്. ഹംബലി മദ്ഹബുകാരിക്ക് പിന്നെ നിസ്കാരത്തിലാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ നിസ്കാരം ബാത്തിലാവുള്ളൂ എന്നാണ്. ഞാൻ ഹനഫി മദ്ഹബാണെങ്കിൽ അത്രയും പറയല്ല, അതിനേക്കാൾ അപ്പുറമാണ് ഇയാൾ നിസ്കാരം ബാത്തിലാവില്ല എന്നാണ്. അപ്പൊ മനസ്സിലായല്ലോ അല്ലേ? തബ്തുലു സ്വലാത്തു, നിസ്കാരം ബാത്തിലാകും. ബിൽ അമലിൽ കസീരി, അധികരിച്ച പ്രവർത്തനം കൊണ്ട് നിസ്കാരം ബാത്തിലാകും. അല്ലദീ ലൈസ മിൻ ജിൻസി സ്വലാത്തി, നിസ്കാരത്തിന്റെ ജിൻസിൽ പെടാത്ത, നിസ്കാരത്തിൽ പെടാത്ത അധികം പ്രവർത്തികൾ ഒരാൾ ചെയ്യുന്ന നിസ്കാരം ബാത്തിലാകും. ആ അധികം എന്നുള്ളത് കൊണ്ട് ഷാഫി മദ്ഹബിയുള്ളത് 3 അനക്കമാണ്. എന്നാൽ വഹുവ മാ യുഖയ്യലു ലിൽ നാദിരി ഇലൈഹി അന്ന ഫാഇലഹു ലൈസ ഫീ സ്വലാത്തിൻ, അത് കാണുന്ന ആൾക്ക് ഇയാൾ നിസ്കാരത്തിൽ തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കുമാർ ചെയ്തെങ്കിലേ നിസ്കാരം ബാത്തിലാകൂ. ഇതാണ് ഹംബലി മദ്ഹബും ഇൻദൽ മാലിക്കിയ്യത്തി വൽ ഹനാബിലത്തി, ഇതാണ് മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും. എന്നാൽ അൽ ഹനഫിയ്യത്തു ഖാലു, ഹനഫി മദ്ഹബുകാർ പറഞ്ഞു, അൽ അമലുൽ കസീറു, അധികരിച്ച അമൽ എന്ന് പറഞ്ഞാൽ മാ ലാ യശുക്കു നാദിറു ഇലൈഹി അന്ന ഫാഇലഹു ലൈസ ഫി സ്വലാത്തി, കാണുന്ന ആൾക്ക് ഒരു സംശയം ഉണ്ടാവൂല, അയാൾ നിസ്കാരത്തിലല്ല എന്ന വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാവുകയില്ല. അത്രമാത്രം പ്രവർത്തനം ചെയ്തെങ്കിലേ അത് അധികരിച്ച പ്രവൃത്തി ആകൂ എന്നാണ് ഹനഫി മദ്ഹബ്. നേരെ മറിച്ച് സംശയം ഉണ്ടായി നിൽക്കുക ഇയാൾക്ക് നിസ്കാരത്തിനാണോ അല്ലേ എന്ന്, എന്നാൽ അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവുകയും ചെയ്യുകയില്ല എന്നാണ് പിന്നെ ഹനഫി മദ്ഹബ്. ഏത് അടിയിലേക്കാണ് PM അയക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മജ്ലിസുൽ ഫുർഖാനുള്ള അടിയിലേക്ക് അതിലേക്കും അയക്കാം, അതല്ലെങ്കിൽ 100 പൈസയുള്ള രണ്ടിലേക്കും. അത് ഞാൻ കൈ ഉയർത്തി കാണുന്നുണ്ടല്ലോ അവിടെ അല്ലേ, രണ്ടിലേക്കും ആവാം, ഏതിലേക്കും PM ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ മൈക്ക് എടുക്കുന്നതിന് മുമ്പ് വന്ന PMന്റെ മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. അതിന് ശേഷം ഉണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് വാഹനം അടവിന് എടുക്കുന്നതിന്റെ വിധി എന്താണ് ഉസ്താദെ? ഇസ്ലാമിക് ബാങ്ക്, ഞാൻ പറഞ്ഞു, ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് വാഹനം അടവിനെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. വാഹനം ഇനി ഇസ്ലാമിക് ബാങ്കിൽ നിന്നല്ല, ഇനി ഏത് ബാങ്കിൽ നിന്ന് വാഹനം അടവിനെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അടവിനെടുക്കുന്നത് കാരണം
വിലയേക്കാൾ കൂടുതൽ അടക്കേണ്ടി വരുന്നു, അപ്പോഴാണ് ഹറാമാവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ബാങ്കിൽ നിന്ന്, അത് ഇസ്ലാമിക് ബാങ്ക് പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനവുമായി അങ്ങനത്തെ ഇടപാട് നടത്താൻ പാടില്ല. ഇനി ഒരു വ്യക്തിയാണ് നിൽക്കുക, വലിയൊരു കടയാണ്. ഒരു കടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒരു 1.5 ലക്ഷം റുപ്യ സാധനം വാങ്ങുന്നു. പക്ഷേ ഈ 15 മാസത്തിൽ ഓരോ മാസം 10,000 വീതം അടച്ചു തന്നാലും മതി എന്നാണ് അയാൾ പറഞ്ഞത്. അത് ഹറാമൊന്നുമല്ല. നേരെ മറിച്ച് അയാൾ 1 ലക്ഷം റുപ്യാണ് ഇതിന്റെ വില, റൊക്കം തരികയാണെങ്കിൽ 1 ലക്ഷം റുപ്യ, കട ആണെങ്കിൽ 1.5 ലക്ഷം റുപ്യ തരണം, അതിങ്ങനെ ഗഡുക്കളായിട്ട് അടച്ചു തന്നാൽ മതി എന്നാ പറഞ്ഞു. എന്നാൽ അത് ഹറാമുമാണ്. അപ്പൊ 50,000 അധികം ഉണ്ടല്ലോ, അത് ഹറാമാണ്, ഇത് പലിശയാണ്. അപ്പോ ആ സാധനത്തിന്റെ വില ഇത്രയാണ്, പക്ഷേ നിങ്ങൾ ഗഡുക്കളായി അടച്ചു തരികയാണെങ്കിൽ ഇത്ര വില തരണം, ഇത്ര വില എന്നല്ല, വിലക്ക് പുറമെ ഇത്ര പലിശയും തരണം എന്ന് ആദ്യമേ നിബന്ധനയാക്കാണ്. എന്നാൽ അത് പലിശയാണ്. എന്നാലും പലിശയാണ്. അതല്ല, ആ എത്ര രൂപക്കാണ്, എത്ര റുപ്യക്കാണ് അത് വിറ്റത്, അതേ വില മാത്രം അടച്ചാൽ മതി. ഗഡുക്കളാണെങ്കിൽ ശരി, അത് മാത്രം അടച്ചാൽ മതി. എന്നാൽ അത് ഹറാമും അല്ല. ഇസ്ലാമിക് ബാങ്കിൽ നിന്ന്, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. അതിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുകയാണ്, ലോൺ എടുക്കുകയാണ്. എന്നാൽ ആ 1 ലക്ഷം രൂപയുടെ വാഹനം നമുക്ക് അവർ വിൽക്കുന്നത് 1.5 ലക്ഷം റുപ്യക്കാണ് ഇസ്ലാമിക് ബാങ്ക് വിൽക്കുന്നത്. അത് വിൽക്കാലോ? ഒരാളെ സാധനം അയാൾക്ക് ഇഷ്ടമുള്ള വിലക്ക് മറ്റാൾ വിറ്റൂടെ? ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. സംഗതി ആ വാഹനം കമ്പനി പോയിട്ട് വാങ്ങുകയാണെങ്കിൽ 1 ലക്ഷം റുപ്യക്ക് നമുക്ക് കിട്ടും. പക്ഷെ ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് 1.5 ലക്ഷം റുപ്യക്കാണ് വിൽക്കുന്നത്. ഇസ്ലാമിക് ബാങ്ക് പറഞ്ഞാൽ എന്താണ്, 1 ലക്ഷം റുപ്യത്തിന്റെ വില 50,000 രൂപ പലിശ എന്നല്ല, 1,50,000 നിനക്ക് ഞങ്ങൾ ഈ സാധനം വിറ്റു എന്നാണ്. അപ്പൊ വിൽപ്പന തന്നെ നമുക്ക് തരുന്നത് തന്നെ 1.5 ലക്ഷം റുപ്യക്കാണ്. പിന്നെ ബാങ്ക് പറയുന്നത് ബാങ്ക് എന്ത് പറയുന്നു, ആ 1.5 ലക്ഷം റുപ്യ നീ 15 മാസമായിട്ട് ഇങ്ങനെ അടച്ചു തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തർക്കമില്ല, അതുകൊണ്ട് വിരോധമില്ല. നേരെ മറിച്ച് ഈ സാധനം നിനക്ക് ഞങ്ങൾ 1 ലക്ഷം റുപ്യക്ക് വിൽക്കുന്നു, പക്ഷേ നീ എന്ത് ചെയ്യണം, അടക്കുമ്പോൾ 1.5 ലക്ഷം റുപ്യ അടക്കണം എന്നാണെങ്കിൽ അത് ഹറാമുമാണ്, പലിശയുമാണ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പൊ അതാണ് വിഷയം. അപ്പൊ അത് ഇസ്ലാമിക് ബാങ്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനി എന്ന വ്യത്യാസം ഇല്ല വിഷയത്തിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദെ, സംസം വെള്ളം നിന്ന് കുടിക്കൽ സുന്നത്താണ് എന്ന് കേട്ടു, ശരിയാണോ? അല്ല എന്നാണ്. വെള്ളം കുടിക്കുമ്പോ ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത്, നിന്ന് കുടിക്കൽ കറാഹത്താണ്. സംസം വെള്ളം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. حدثنا أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم زجر عن الشرب قائما. നിന്ന് വെള്ളം കുടിക്കുന്നത് റസൂലുള്ള അങ്ങേയറ്റം എതിർത്തു. നിന്ന് വെള്ളം കുടിക്കുന്നത് റസൂലുള്ള അങ്ങേയറ്റം എതിർത്തു. കാല ഖത്താദ, അപ്പോൾ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാ, അപ്പൊ ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, ഫൽ അക്കുലു, അല്ലാഹുവിന്റെ റസൂലെ, അപ്പൊ നിന്ന് ഭക്ഷിക്കുന്നതോ? നിന്ന് വെള്ളം കുടിക്കുന്ന റസൂൽ എതിർത്തു. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചാണ്, എന്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ? കാല, അപ്പൊ റസൂൽ പറഞ്ഞു, അത് വളരെ ഗൗരവമുള്ളതാണ്. നിന്ന് വെള്ളം കുടിക്കുന്നതിനേക്കാളും ഗൗരവമുള്ളതാണ് നിന്ന് ഭക്ഷണം കഴിക്കൽ. അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാകുന്നു എന്ന് പറഞ്ഞു റസൂൽ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ എന്നോട് കൂടി പറയട്ടെ, ഏത് സംസമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സംസം വെള്ളം കുടിക്കുമ്പോ പല സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ അത് നിന്ന് കുടിക്കുക എന്ന സുന്നത്ത് ഇല്ല. സംസം വെള്ളം കുടിക്കുമ്പോൾ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത്, സംസം വെള്ളം കുടിക്കുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടുക, ഖിബ്ലയിലേക്ക് മുന്നിടുക. പിന്നെ സംസം വെള്ളം കുടിക്കുമ്പോൾ വയറ് നിറയെ കുടിക്കുക, അത് സുന്നത്ത്. അത് സാധാരണ വെള്ളത്തിൽ ഇല്ലാത്തതാണ്. വയറ് നിറയെ കുടിക്കുക, കൂതി തീരുന്നവരെ കൊണ്ട് കുടിക്കുക. സംസം വെള്ളം കുറച്ച് 1 ഗ്ലാസോ 2 ഗ്ലാസോ ഒന്നും മാത്രമല്ല, കുടിക്കുമ്പോൾ വയറ് നിറയാൻ കുടിക്കുക, അത് സുന്നത്താണ് സംസം വെള്ളത്തിന്. ലിമാ റവാ അൽ ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ആയത്തു മാ ബൈനനാ വ ബൈനൽ മുനാഫിഖീന അന്നഹും ലാ യതദല്ലഊന മിൻ സംസം. മുനാഫിഖീങ്ങളും നമ്മളും തമ്മിൽ വ്യത്യാസം എന്താണ്? മുനാഫിഖീങ്ങൾ സംസം കുടിക്കുമ്പോൾ വയറ് നിറക്കൂല, നമ്മളാണെങ്കിലോ വയറ് നിറക്കും ചെയ്യും. അതാണ് നമ്മുടെയും മുനാഫിഖീങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നാ. മുനാഫിഖീങ്ങളുടെയും നമ്മുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? മുനാഫിഖീങ്ങൾ സംസം കുടിക്കുമ്പോഴേ, ഇതിപ്പോ എന്താണ്, സംസം കുടിക്കാൻ ഉണ്ടായിട്ട് കൂടുതൽ കുടിക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ട്. നമ്മുടെ ഹാജിമാരൊക്കെ വരുന്ന സമയത്ത് ലേശം വെള്ളം കൊണ്ടുവരും,
എല്ലാവർക്കും ലേശ കൊടുക്കും, അതിനെ കുറിച്ചല്ല. ഒരാൾ സംസമിന്റെ അടുക്കൽ പോയി ധാരാളം കുടിക്കാൻ അവസരമുണ്ട്, എന്നിട്ട് കുറച്ച് മാത്രം കുടിക്കുക, അത് മുനാഫിക്കിന്റെ അടയാളാണ് എന്ന്. സംസം കുടിക്കുമ്പോൾ വയറ് നിറക്കുക, അത് സുന്നത്താകുന്നു. പിന്നെ വയുസന്നു യഖൂല ഇൻദ ശുർബിഹി, സംസം വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്തായതിന് പുറമെ, അത് എന്ത് കുടിക്കുമ്പോഴും ബിസ്മി സുന്നത്താണല്ലോ, അതിന് പുറമെ അല്ലാഹുവേ സംസം എന്തൊന്നിനു വേണ്ടിയാണ് കുടിക്കുന്നത്, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് കുടിക്കുന്നത്, അത് നേടുമെന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അൻ നബിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തൊരു വിഷയത്തിനാണോ കുടിക്കുന്നത് അത് ലഭിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കുടിക്കുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കുടിക്കൽ സുന്നത്താണ് എന്ന്. എന്ത് സംസം കുടിക്കുമ്പോഴേ ആദ്യം വിസ്മയിച്ചിട്ട് എന്നിട്ട് എന്ത് പറയാ, അല്ലാഹുവേ സംസം എന്തൊരു വിഷയത്തിന് വേണ്ടി കുടിച്ചുവോ അത് ലഭിക്കുമെന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കുടിക്കുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. എന്താ അവന്റെ ആവശ്യത്തെ പറയാം, ഞാൻ ഈ കുടിക്കുന്നതിന്റെ ദോഷം കൊടുക്കാൻ വേണ്ടിയാണ്, ദുന്യവിയായ ഉഖ്റവിയായ ആവശ്യം പറയാനാ, എന്റെ ദോഷങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്റെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയാണ്, എന്താ അവന്റെ മനസ്സിൽ വെച്ച് അത് പറയാ, സുന്നത്താണ്. അപ്പൊ അത് സംസം കുടിക്കുമ്പോൾ ഒരു സുന്നത്താണ്. പിന്നെ അതേ സമയത്ത് സംസം നിന്ന് കുടിക്കുക എന്നുള്ളത് അതിനെ സുന്നത്തുകളെ കുറിച്ച് ഉൾപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം നിന്ന് കുടിച്ചു, അത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. അതായത് റസൂൽ സാധാരണ ഇരുന്ന് കുടിക്കുന്നത് നിന്ന് കുടിക്കുന്നത് എത്തിയിരുന്നു. സംസമിന്റെ അവിടെയാണ് ഭയങ്കര തിരക്കാണ് അല്ലേ, അന്നും തന്നെ ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കാണ്. ആ തിരക്കൊക്കെ പരിഗണിക്കാതെ അതിന്റെ ഇടയിൽ ഇരുന്ന് കുടിക്കുമ്പോ എന്ത് സംശയിച്ചു പോകും, ഇതൊരിക്കലും നിന്ന് കുടിക്കാൻ പാടേയില്ല, ഹറാമാകുന്നു എന്ന് ജനങ്ങൾ സംശയിച്ചു പോകുമ്പോ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് റസൂൽ എന്ത് ചെയ്തത്, അന്ന് നിന്ന് കുടിച്ചത്. അതല്ലാതെ സംസം വെള്ളം നിന്ന് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ പുണ്യം ഉണ്ടായത് കൊണ്ടല്ലാന്നാ. അപ്പൊ ഏതൊരു വെള്ളവും ഇരുന്ന് കുടിക്കൽ സുന്നത്തായതുപോലെ സംസം വെള്ളവും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് സംസം വെള്ളം കുടിച്ചു എന്ന ഹദീസിൽ കാണാം. അത് ജായിസാണ്, നിന്ന് കുടിക്കൽ ജായിസാണ്, ഹറാമില്ല എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇമാമിന്റെ വേറെ ചോദ്യം, ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ നിന്നു ബട്ട് ഫാത്തിഹ ബട്ടെന്നൊക്കെ ആയിരിക്കണം, അതുകൊണ്ട് അങ്ങനെ വായിക്കുന്ന കേട്ടാ. പക്ഷേ എങ്ങനെയാണ്, ഇമാമിന്റെ കൂടെ ജമാഅത്തിൽ നിന്നും ബട്ട് ഫാത്തിഹ പൂർത്തിയാകുമ്പോഴേക്കും ഇമാം റുകൂഇൽ നിന്ന് എഴുന്നേറ്റു, എന്ത് ചെയ്യണം? ആ റക്അത്ത് കിട്ടുമോ? ആ റക്അത്ത് കിട്ടൂല. ഇമാമിനോട് കൂടെ റക്അത്ത് കിട്ടണമെങ്കിൽ ഇമാം റുകൂഇൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പ് ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി റുകൂഇലേക്ക് പോകണം. റുകൂഇലേക്ക് പോയാൽ മാത്രം പോരാ, റുകൂഇൽ ഒന്ന് ചെറുതായിട്ട് അടങ്ങി താമസിക്കും വേണം. അപ്പൊ ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നതിന് മുമ്പ് ഇയാള് കൈ കെട്ടി റുകൂഇലേക്ക് പോയി റുകൂഇൽ ഒന്ന് അടങ്ങി സുബ്ഹാനല്ലാഹ് പറഞ്ഞ കതിരെങ്കിലും ഒന്ന് അടങ്ങി താമസിക്കണം, എന്നാൽ ആ റക്അത്ത് കിട്ടും. നേരെ മറിച്ച് അയാൾ കൈയെട്ടി അപ്പോഴേക്കും ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നു നോക്കുക, എന്നാൽ ആ റക്അത്ത് കിട്ടൂല. ആ റക്അത്ത് കിട്ടാൻ നിസ്കാരത്തെ ശരിയാകും, പക്ഷെ ആ റക്അത്ത് പിന്നെ കണക്കിൽ കൂട്ടൂല. അപ്പൊ ഇമാം സലാം കിട്ടിയതിനു ശേഷം ഈ റക്അത്ത് കൊണ്ട് നിസ്കരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായല്ലേ? റുകൂഇലാണ് ഇമാമ്, ആ സമയത്താണ് തുടരുന്നത്. എന്നാൽ ആ റക്അത്ത് ഇവന് കിട്ടണമെങ്കിൽ എന്ത് വേണം? റുകൂഇൽ നിന്ന് ഇമാമ് തല ഉയർത്തുന്നതിന്റെ മുമ്പായി ഇയാൾ റുകൂഉ ചെയ്യുകയും ഇയാൾ റുകൂഇൽ എത്തുകയും ഒന്ന് അടങ്ങി താമസിക്കുകയും വേണം, എന്നാൽ ആ റക്അത്ത് കിട്ടൂ. അയാൾ റുകൂഇലേക്ക് പോയപ്പോഴേക്കും ഇമാം ഉയർന്നാലോ ആ റക്അത്ത് കിട്ടൂല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സലാം കിട്ടിയതിനു ശേഷം ഇമാം സലാം കിട്ടിയതിനു ശേഷം ഈ റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇശാ ടൈമിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് തുടർന്നാൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുടർന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് തുറന്ന് നിസ്കരിക്കാന്നാ. ഇയാൾ ചോദ്യം മനസ്സിലായല്ലേ? ഇയാളെ എന്ത് ചെയ്യുന്നു? ഇശാന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കരുത്. അപ്പൊ ഒരാൾ വന്നിട്ട് ഇയാൾ ഇശാ നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് ഇയാൾ തുറന്ന് നിസ്കരിച്ചു, എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതില്ല, അയാൾ തുറന്നോട്ടെ, വിരോധമില്ല. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, ഫർദ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. ജമാഅത്തിന്റെ കൂലി കിട്ടുമോ ഇല്ലെന്ന് അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അഫ്ളൽ ഒറ്റക്ക് നിസ്കരിക്കണം അവിടെ നിന്നാ, ഇത് തുടരാതെ എന്നാലും തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും ചെയ്യുന്നതാണ്. അപ്പൊ സുന്നത്ത് ഉദാഹരണം പറയാൻ തറാവി നിസ്കരിക്കുക, അല്ല ഇശാ നിസ്കരിക്കുകയാണ് നമ്മൾ, പള്ളിയിലല്ല,
പള്ളിയിൽ തറാവി നിസ്കരിക്കുക സാധാരണ ഉണ്ടാവാറുള്ളതാണ് ഇപ്പോൾ. പള്ളിയിൽ തറാവി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ കയറുന്നത്. അയാൾ ഇഷ നിസ്കരിച്ചിട്ടില്ല. എന്നല്ല ഇഷ നിസ്കാരം ആ തറാവി നിസ്കരിക്കുന്ന ആളെ തുറന്ന് നിസ്കരിക്കാം. അപ്പൊ ഇമാമിന് രണ്ടറക്കത്ത് കഴിഞ്ഞിട്ട് സലാം മുട്ടില്ല തറാവിയില്ലേ, ആയിക്കോട്ടെ, ബാക്കി സലാം മുട്ടിയതിന് ശേഷം ഇയാൾക്ക് ബാക്കി രണ്ടറക്കത്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പറ്റും. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം. ഫർദ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം. ഖളാഅ് കൂട്ടുന്ന ആളെ തുറന്നുകൊണ്ട് അദാഅ് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാം. അദാഅ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഖളാഅ് കൂട്ടുന്നവനും തുറന്ന് നിസ്കരിക്കാം എന്നാണ്. അതുകൊണ്ടൊന്നും വിരോധമില്ല. തസിഹു ഖുദുവത്തുൽ മുഅദ്ദി ബിൽ ഖാളി, ഖളാഅ് വീട്ടുന്നവനെ തുറന്ന് അദാഅ് നിസ്കരിക്കുന്നവന് തുറന്ന് നിസ്കരിക്കാം. വൽ മുഫ്തരിളി ബിൽ മുതനഫിലി, ഫർള് നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്ന് നിസ്കരിക്കാം. വഫിൽ ളുഹ്രി ബിൽ അസരി, അസർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ആൾക്ക് തുറന്ന് നിസ്കരിക്കാം. ഉദാഹരണം പറയാൻ ളുഹ്ർ ഖളാ ആയിക്കണ്, അയാൾ ഇന്ന് പള്ളി കടന്നു നോക്കുമ്പോൾ അസർ നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പൊ അസർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ളുഹ്ർ ഖളാ കിട്ടാം. അതുകൊണ്ട് വിരോധമില്ല. വബിൽ അക്സി, ഇതിന്റെ ഒക്കെ നേരെ എതിരും ചെയ്യാം. കാരണം എന്താ, നദറൽ ഇത്തിഫാഖിൽ ഫിഅലി ഫി സ്വലാത്തി, എല്ലാ നിസ്കാരത്തിന്റെ പ്രവൃത്തി ഒരേപോലെയാണല്ലോ. അതുകൊണ്ട് മയ്യിത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. മയ്യിത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഫർള് നിസ്കരിക്കുക, വേറെ ഫർള് ളുഹ്ർ നിസ്കരിക്കുക, അത് പറ്റൂല. കാരണം മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപവും സാധാരണ ളുഹ്റിന്റെ രൂപവും വേറെ ഉള്ളൂ. മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കോയും സുജൂദൊന്നും ഇല്ലല്ലോ. മറ്റു സാധാരണ നിസ്കാരത്തിൽ അതുണ്ട്. അപ്പൊ ഇതൊക്കെ പറ്റും എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇപ്പൊ ളുഹ്ർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് അസർ നിസ്കരിക്കുന്ന ആളോ അല്ലെ അസർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ആളൊക്കെ തുറന്ന് നിസ്കരിക്കാൻ നിൽക്കുക. അതുകൊണ്ട് വിരോധമില്ല എന്ന് പറയാൻ കാരണം രണ്ടിനും രൂപ ഒരുപോലെയാണ്. അതുകൊണ്ടാണ്. അതാണ് നദറൽ ഇത്തിഫാഖിൽ ഫിഅലി ഫി സ്വലാത്തൈൻ, രണ്ട് നിസ്കാരത്തിന്റെയും പ്രവർത്തനം ഒരേ രീതിയിലാണല്ലോ എന്നത് നോക്കിയിട്ടാണ് ഇപ്പൊ അത്. നിയ്യത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും ശരി. വൈൻ തഖാലഫത്തിൻ നിയ്യത്തു, ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിയ്യത്ത് വേറെയാണ്. ഇമാമിന് ളുഹ്ർ എന്നാണ് നിയ്യത്ത്, ഇവൻ ചിലപ്പോൾ അസ്ർ എന്നായിരിക്കും, അല്ലെങ്കിൽ ഇമാം അസ്ർ എന്നായിരിക്കും, ഇവൻ ളുഹ്ർ എന്നായിരിക്കും. അതുകൊണ്ട് വിരോധമില്ല. ഇവിടെ വൽ ഇൻഫിറാദു ഹുന അഫ്ളലു, ഇങ്ങനെ ആവുന്ന സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കാൻ നല്ലത്. ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളല് ഒറ്റക്ക് നിസ്കരിക്കലാണ്. പക്ഷേ ഫലം യഖ്തളി തഫ്വീത ഫളീലത്തിൽ ജമാഅത്ത്, അതിന്റെ അർത്ഥം ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കൂല എന്നല്ല. ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളല്, അതിന്റെ അർത്ഥം ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കൂല എന്നല്ല, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും ചെയ്യും. അങ്ങനെയാണത്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും ചെയ്യും. പിന്നെ വയജൂസു സുബ്ഹി ഖൽഫൽ ളുഹ്രി, അതുപോലെ തന്നെ ളുഹ്ർ നിസ്കരിക്കുന്നതിനെ തുറന്നുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്നവനും തുറന്ന് നിസ്കരിക്കാന്ന. ളുഹ്ർ നിസ്കരിക്കുന്നതിനെ തുറന്നുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്നവനെ തുടരാം. അപ്പൊ ളുഹ്ർ 4 റക്അത്തും സുബ്ഹി 2 റക്അത്തും അല്ലേ? ഇമാമ് ളുഹ്റാ നിസ്കരിക്കണത്, മഅ്മൂം സുബ്ഹിയാണ് പറ്റുന്ന. അപ്പൊ ഇമാമ് സലാം വീട്ടിയാല് മഅ്മൂമായിട്ടിരിക്കണം. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇമാമ് സലാം വീട്ടിയാൽ മഅ്മൂം ഞാൻ ഇമാമിനോട് ഉറ്റിപ്പിരിഞ്ഞ് നിയ്യത്ത് വെച്ചിട്ട് മഅ്മൂം സലാം വിട്ടുക. അതല്ലെങ്കിൽ ഇമാമ് ഇനി അത്തഹിയാത്തിലേക്ക് വരും, 2 റക്അത്ത് കഴിഞ്ഞിട്ട് അവസാനത്തെ അത്തഹിയാത്തിലേക്ക് വരുമല്ലോ, അതുവരേക്കും അവിടെ അവൻ ഇരിക്കുക, അവിടെ അത്തഹിയാത്തിൽ അവിടെ ഇരിക്കുക. എന്നിട്ട് ഇമാം സലാം വിട്ടിയതിന് ശേഷം സലാം വിട്ടുക. രണ്ടും ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? രണ്ടും പറ്റും. പിന്നെ അതുപോലെ മഗ്രിബ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഇശ നിസ്കരിക്കുന്നവനെ നിസ്കരിക്കാം. ഇശ നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് മഗ്രിബ് നിസ്കരിക്കുന്നവനും തുറന്ന് നിസ്കരിക്കാം. അപ്പൊ ഇശ നിസ്കരിക്കുന്നവനോട് തുറന്ന് മഗ്രിബ് നിസ്കരിക്കുമ്പോൾ മഗ്രിബ് 3 റക്അത്താണ്, ഇശ 4 റക്അത്താണ്. അത് ഇമാമ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ പാടില്ല, ഇപ്പൊ അവിടെ തന്നെ ഇരിക്കണം. അത്തഹിയാത്ത് ഓതിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് ഇമാമ് പിന്നെ വന്ന് അത്തഹിയാത്ത് ഓതിട്ട് സലാം മുട്ടിയതിന് ശേഷം ഇവന് സലാം മുട്ടുക. അങ്ങനെയും ചെയ്യാം. ഇനി ഇമാമ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഇമാമുമായി ഞാൻ പിന്നിരിക്കുന്നു മനസ്സിൽ കരുതുക. എന്നിട്ട് അത്തഹിയാത്ത് തൊട്ട് അവനക്ക് അപ്പൊ തന്നെ സലാം മുട്ടുകയും ചെയ്യാം. രണ്ടും ചെയ്യാം. എന്നിട്ട് ഇമാമിനെ കാത്തിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. പിന്നെ ഇനി ഇമാമ് മഗ്രിബാണ് നിസ്കരിക്കണത്, ഇവനാണ് വിഷയം, എന്നാലും പറ്റും. അപ്പൊ ഇമാമ് 3 റക്അത്ത് കഴിഞ്ഞ് സലാം മുട്ടിയാൽ ഇവൻ എന്ത് ചെയ്യണം, 1 റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനൊക്കെ പറ്റും. അപ്പൊ അദായി നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് ഖളായി നിസ്കരിക്കുന്നവനും, ഖളായി നിസ്കരിക്കുന്നതിനെ തുറന്നുകൊണ്ട് അദായി നിസ്കരിക്കുന്നവനും, സുന്നത്ത് നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്നവനും, ഫർദ് നിസ്കരിക്കുന്നവനെ തുറന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവനൊക്കെ തുറന്ന് നിസ്കരിക്കാവുന്നതാണ്.
ഭാര്യയുടെ വേറെ ചോദ്യം കേട്ടാ, ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അമ്മായിമ്മയെ തൊട്ടാൽ വുളു മുറിയുമോ? മുറിയില്ല. ഭാര്യയെ ത്വലാഖ് ചൊല്ലി അല്ലെങ്കിൽ ഭാര്യ മരിച്ചു നിൽക്കുക, എന്നാലും അമ്മായിമാൻ തൊട്ടാൽ വുളു മുറിയില്ല. ഇനി ഭാര്യ ഈ സംയോഗം ചെയ്യാത്ത ത്വലാഖ് ചൊല്ലി, എന്നാലും അങ്ങനെ തന്നെ. നിക്കാഹ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നിക്കാഹ് കഴിഞ്ഞ ഉടനത്തിന് മുമ്പ് എന്ത് ചെയ്ത് ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു, എന്നാലും അമ്മായിമാനെ പിന്നെ കെട്ടാനും പറ്റൂല, തൊട്ടാ വുളു മുറിയില്ല. തൊട്ടാ വുളു മുറിയെങ്കിൽ വിവാഹം കഴിക്കാനും പറ്റുന്നതാണ്. നമ്മുടെ ഭാര്യ നമുക്ക് തൊട്ടാ വുളു മുറിയും. എന്തുകൊണ്ടാ? അവളെ വിവാഹം കഴിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണുള്ളത്. തൊട്ടാ വുളു മുറിയില്ലെങ്കിൽ ആളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഉമ്മാൻ തൊട്ടാ വുളു മുറിയില്ല, ഉമ്മാനെ കെട്ടാൻ പറ്റൂല്ലോ. സഹോദരിയെ തൊട്ടാ വുളു മുറിയില്ല, സഹോദരിയെ കെട്ടാൻ പറ്റൂല്ലോ. വാപ്പാന്റെ പങ്കൾ അമ്മാനെ തൊട്ടാ വുളു മുറിയില്ല, അമ്മാന് വിവാഹം കഴിക്കാൻ പറ്റൂല്ലോ. ഉമ്മാന്റെ അനുജത്തിയോട് ജ്യേഷ്ഠത്തിയോട് തൊട്ടാ വുളു മുറിയില്ല, അവരെ വിവാഹം കഴിക്കാനും പറ്റൂല. അമ്മായിമാൻ തൊട്ടാ വുളു മുറിയില്ല, അതുകൊണ്ട് അമ്മായിമാനെ വിവാഹം കഴിക്കാനും പറ്റൂല. തൊട്ടാ വുളു മുറിയില്ല. വാപ്പാന്റെ ഭാര്യ അല്ലേ, വാപ്പാന്റെ ഭാര്യയെ തൊട്ടാ വുളു മുറിയില്ല. ഇനി വാപ്പ മരിച്ചു നിൽക്കല്, വാപ്പ തലാഖല്ലി, എന്നാലും അതിനെ കെട്ടാൻ പറ്റൂല. അപ്പോ തൊട്ടാ വുളു മുറിയില്ല. മറ്റൊരു ചോദ്യം, മരിച്ച ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ഹജ്ജ് നിർവഹിക്കാമോ? അതൊക്കെ പറ്റും. മരിച്ച ആള് ഭർത്താവട്ടെ ആരാണെങ്കിലും പിന്നെ ഭാര്യക്ക് അവരുടെ മേലെ ഹജ്ജ് ചെയ്യാം. പക്ഷെ ഈ ഭാര്യ ആദ്യം ഹജ്ജ് ചെയ്ത ആളാവണം. മറ്റൊരാളെ തൊട്ട് പകരമായി ഹജ്ജ് ചെയ്യണമെങ്കിൽ ഇയാൾ ആദ്യം ഹജ്ജ് ചെയ്ത ആളാവണം. മറ്റൊരാളെ തൊട്ട് ഉംറ ചെയ്യണമെങ്കിൽ ഇയാൾ ആദ്യം ഉംറ ചെയ്ത ആളാവണം. അപ്പൊ ഭാര്യന്റെ ഹജ്ജും ഉംറയൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് നിൽക്കുക. എന്നാൽ പിന്നെ ഭർത്താവിന് പകരമായി ഭാര്യക്ക് ഹജ്ജ് ചെയ്യാം. ഭർത്താവ് ആദ്യം ഹജ്ജ് നിർവഹിച്ച ആളാണ്, പിന്നെ പറ്റൂല. പറ്റണമെങ്കിൽ വസിയത്ത് വേണം, അതിൽ പറ്റൂല. അതൊന്നാണ് പറഞ്ഞാണ്. ആദ്യം ജീവിതകാലത്തെ ഹജ്ജ് ചെയ്ത ആളാണ്, ഉംറ ചെയ്ത ആളാണ്. എന്നാൽ പിന്നീട് വേറെ ആൾക്കും അയാളുടെ പേരിൽ ഹജ്ജ് ഉംറ ചെയ്യാൻ പറ്റൂല. പറ്റണമെങ്കിൽ എന്ത് വേണം? അയാൾ വസിയത്ത് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു, കുളിക്കാതെ സുബഹി നിസ്കരിക്കാൻ പറ്റുമോ? എന്ത് ചോദ്യ, വെറുതെ ചോദ്യ. അതിപ്പോ എല്ലാവർക്കും അറിഞ്ഞാലേ കുളിക്കാതെ സുബഹി നിസ്കരിക്കാൻ പറ്റൂലെന്ന്. അത് പറ്റൂല. ജനാപത്തിൽ വലിയ ബന്ധപ്പെട്ട വലിയ ശുദ്ധിയല്ലേ, വലിയ ശുദ്ധി ചേർത്താതെ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രസവിച്ച കുട്ടിയുടെ ആദ്യത്തെ മുടി കളയുന്ന ആൾ മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, മുസ്ലിമാണ് നിർബന്ധമൊന്നുമില്ല. മുസ്ലിമോ ആർക്കും പിന്നെ മുടി കളയാൻ വിരോധമില്ല. പക്ഷെ ഇവിടെ ഉള്ളത് ഒരു സുന്നത്തായ ഒരു അമല് കൂടിയാണ്. ഇതൊരു സുന്നത്തായ ഒരു അമല് കൂടിയാണ്. അപ്പൊ അതിന്റെ അദബ്, അതിന്റെ മര്യാദ നല്ല സ്വാലിഹായ മുഅ്മിനായ നല്ലൊരു മനുഷ്യനെ കൊണ്ട് കളിക്കലാണ് അതിന്റെ മര്യാദ. ഇനി അതല്ല, ഇനി കാഫിറ ആള് മുടി കളഞ്ഞു നിൽക്കുക, എന്നാലും പിന്നെ അത് വിരോധമൊന്നുമില്ല, കളത്തിൽ സഹിയാവുകയോ ചെയ്യും. ഖുർആൻ മഹറായി നൽകിക്കൊണ്ട് നിക്കാഹ് ചെയ്യാമോ? മഹറായി നൽകിക്കൊണ്ട് നിക്കാഹ് ചെയ്യൊക്കെ ചെയ്യാം. പക്ഷെ അത് അത്ര ഇതൊന്നുമില്ല. അത് ഒരു വില, ഖുർആന് വലിയ മതിപ്പുള്ള സാധനമൊക്കെ തന്നെയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ വില നമുക്കൊരു മുസാഫിന്റെ കോപ്പി വാങ്ങണമെങ്കിൽ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനമാണ് അത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് വലിയ വിലയാണ്. സ്ത്രീക്ക് വലിയ വിലയാണ്. തൊടൽ ഹറാമായിരുന്ന, കാണൽ ഹറാമായിരുന്ന പെണ്ണിനെ നമുക്ക് അള്ളാഹു ഹലാലാക്കി തരികയാണ്. അത് മുഖേന അത് ഒരു ഹലാലാക്കി തരികയാണ്. എങ്ങനത്തെ ഹലാൽ? എല്ലാം പറ്റുന്ന ഹലാലാക്കി തരികയാണ്. അപ്പൊ അതിന് കുറച്ച് വിലയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് മഹർ കൊടുക്കേണ്ടുന്നത് അവളുടെ പിന്നെ തറവാട് മഹത്വം, അവളുടെ സൗന്ദര്യം, അവളുടെ ദീന്, അവളുടെ പ്രൗഢി, അതിന്റെ വിലക്കൊക്കെ അതിനൊക്കെ അനുസരിച്ച് ഒരു മാന്യമായ മഹറാണ് കൊടുക്കേണ്ടത്. അതിന്റെ അർത്ഥം ഖുർആൻ മോശമെന്നല്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, വലിയ വിലയാണ് ഏതിന്? ഖുർആനാണ്. അത് ഖുർആനാണ്. ഈ മുസ്തഹഫിനെ കുറിച്ചല്ല പറഞ്ഞത്. മുസ്തഹഫ് തൊട്ടാ ഒന്നു മുറി തൊടണമെങ്കിൽ ഒന്നു വേണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അത് മഹർ കൊടുത്ത സഹിയാവൂല എന്നല്ല പറഞ്ഞത്. അത് മഹർ കൊടുത്ത് നിക്കാഹ് കഴിക്കുക എന്നുള്ളത് പ്രത്യേകമായ പുണ്യമുള്ള കാര്യമൊന്നുമല്ല. ചില ആളുകൾ ഞെളിഞ്ഞ് പറയാറുണ്ടല്ലേ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഖുർആനാണ് മഹർ കൊടുത്തത്,
അത് അവൻ ഞെളിയേണ്ട വിഷയമല്ല അത്. കാരണം അത് അവനാണ്ട് കൊടുക്കേണ്ടതാ. അവനാണ്ട് കൊടുക്കുമ്പോ അഭിമാനം അവൾക്ക് അർഹതപ്പെട്ടതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതിലാണ് അഭിമാനം. അവൾക്ക് പറയാം അല്ലേ, ഞാൻ ഇത്ര മഹർ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന്. അത് അവൾക്ക് അഭിമാനമാണ്. ഇവൻ അഭിമാനമല്ലല്ലത്. ഇവൻ കൊടുക്കൽ നിർബന്ധമായതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതിലാണ് ഇവന് അഭിമാനം. അവൾക്ക് അഭിമാനം, അവൾക്ക് വാങ്ങാൻ അർഹതയുള്ള അത്ര വാങ്ങാതിരിക്കുന്നതിലാണ് അവൾക്ക് അഭിമാനം. ഏതായാലും ശരി, അത് മഹർ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മഹത്വം അനുസരിച്ച്, അവളുടെ പ്രൗഢി അനുസരിച്ച്, അവളുടെ സൗന്ദര്യം അനുസരിച്ച്, അവളുടെ തറവാടനുസരിച്ച് ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് കൊടുക്കേണ്ടതും വാങ്ങേണ്ടതുമാണ്. ഈ മുസഹഫ് കൊണ്ട് അതിൽ പ്രത്യേകമായ പുണ്യമുള്ള മഹറൊന്നല്ല. പിന്നെ സഹിയാവൊക്കെ ചെയ്യും. അങ്ങനെ ഒരാൾ മുസാഫാണ് മഹർ പറഞ്ഞത്, അവിടെ സ്വീകരിക്കുകയും ചെയ്ത് നിൽക്കുക, എന്നാൽ സഹിയാവൊക്കെ ചെയ്യും. അല്ല വിഷയം. അതിന് പ്രത്യേകമായ ഒരു പുണ്യമുള്ള വിഷയമല്ല എന്നർത്ഥം. സൂറത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അത് വേറെ കഴിവില്ലാത്തതിന്റെ പേരിലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് മഹർ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അപ്പത്തെ അവിടെ ചോദിച്ചാൽ മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്റെ വീട്ടിൽ ഒന്നുമില്ല. എന്നാ എനിക്ക് ഇത്ര സുഹൃത്ത് കാണാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോൾക്ക്? അതാണ്. അങ്ങനെയൊക്കെ വീട്ടിലൊന്നുമില്ലേ, ഒരു കരിമ്പടത്തിന്റെ കഷ്ണം പോലും മുറിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അത്ര ദരിദ്രന്മാരായ ആളുകൾ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ മഹർ കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ അവർക്ക് പെണ്ണ് കിട്ടാതിരിക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മൂല്യം നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് ഇന്ന സുഹൃത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സുഹൃത്ത് പഠിപ്പിക്കാൻ പുറത്തൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരില്ലേ? അത് നീ പഠിപ്പിച്ചു കൊടുത്താടെ. അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അതൊരു പ്രത്യേകമായ പുണ്യമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു സ്ത്രീക്ക് ഇശാ ബാങ്ക് കൊടുത്തു, 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മെൻസസ് ആയി. എന്നാൽ ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതുണ്ടോ? ആ നിസ്കാരം അപ്പം മാത്രം ഖളാ വീട്ടിയാൽ പോരാ, 1 മണിക്കൂറൊന്നും ആവണ്ട. ഒരു വക്ത് കടന്നു. ആ വക്ത് കടന്നതിന് ശേഷം ആ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ഹൈദ് ഉണ്ടായത്. എന്നാൽ ആ നിസ്കാരം ഖളാ വീട്ടണം. ഉദാഹരണം, ഇശാ ബാങ്ക് കൊടുത്തു, 4 റക്അത്തുള്ള ഇശ, 4 റക്അത്ത്. ആ 4 റക്അത്ത് ചുരുങ്ങിയ രീതി ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടായി നിൽക്കുക. അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ഇശ ഫർള് മാത്രം എടുത്ത് ചെയ്യണമെങ്കിൽ 4-5 മിനിറ്റ് വേണ്ടി വരും. അപ്പൊ ഇശാ ബാങ്ക് കൊടുത്ത് ഇശാന്റെ സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞേക്കാണ് അവൾക്ക് ഹൈദ് ഉണ്ടായത്. എന്നാൽ ആ ഇശ ഖളാ വീട്ടണം. അവള് ആദ്യം ഇശ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ആ 5 മിനിറ്റ് ഇടയിലുള്ള ഇശ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഹൈദ് മാറിയതിനു ശേഷം അത് ഖളാ വീട്ടണം. നേരെ മറിച്ച് ഒരു വക്ത് കടന്നു, ചുരുങ്ങിയ രീതിയിൽ ഫർള് നിസ്കരിക്കാനുള്ള സമയം കഴിയുന്നതിന്റെ മുമ്പായിട്ട് തന്നെ അവൾക്ക് ഹൈദ് ഉണ്ടായി. എന്നാൽ ആ നിസ്കാരം ഖളാ വീട്ടുകയും വേണ്ട എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇശാ ബാങ്ക് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്തുണ്ടായി? മെൻസസ് ഉണ്ടായി. എന്നാൽ പിന്നെ നിസ്കാരം ഖളാ വീട്ടണ്ട. കാരണം ഈ 2 മിനിറ്റിന്റെ ഇടയിൽ എത്ര ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ സാധിക്കൂലല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒരു ഫർളിന്റെ വക്ത് കടന്നു, ആ വക്ത് കടന്നതിന് ശേഷം ആ വക്തിലെ നിസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ സാധിക്കും. അത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മെൻസസ് ഉണ്ടായതെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടുക നിർബന്ധമാണ്. അതിനേക്കാളും ചുരുങ്ങിയ സമയം കഴിഞ്ഞിട്ടാണെങ്കിലോ ആ നിസ്കാരം ഖളാ വീട്ടും വേണ്ട. പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നവരുടെ ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ഒന്ന് വിവരിക്കുമോ? ശരി. സെയ്ദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിനെ കുറിച്ച് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതാണ്. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായിരുന്നു. റസൂലുള്ളാഹി ദത്തെടുത്ത് വളർത്തിയ ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വന്തം അമ്മായിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവിടെ സൈനബ് ബിൻത് ജഹ്ഷാണ്, പിന്നെ അമ്മായിന്റെ മകളാണ്. സ്വന്തം അമ്മായിന്റെ വാപ്പാന്റെ പെങ്ങളുടെ പിന്നെ മകളാണ് ആര്? സൈനബ്. ആ സൈനബിനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണായിരുന്നു. റസൂലുള്ളാഹിന്റെ അമ്മായിന്റെ മകളാകുമ്പോൾ പിന്നെ ഉണ്ടാവുമല്ലോ, കുറേശ്ശെ വർഗമാണ് ഉണ്ടാവുമല്ലോ. അപ്പോ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരാളാണ് സൈനബ്. ഈ സൈനബിന്റെ വീട്ടിൽ പോയിട്ട് വിവാഹാലോചന നടത്തി റസൂലുള്ളാഹ്. അപ്പൊ ഓര് വിചാരിച്ച എന്താണ്? റസൂലുള്ളാഹിക്കാണ്. അപ്പോൾ വലിയ സന്തോഷമായി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേഗം സമ്മതം മൂളി.
ആ കാലത്തൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ വന്നത് ഇങ്ങനെ വളരെ ഒരു ആലോചനത്തെ വന്നതാണെന്ന് പറഞ്ഞു റസൂള്ള. അപ്പൊ അവർ വിചാരിച്ച റസൂള്ളക്ക് കെട്ടാനാണെന്നാ. അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റസൂള്ള അന്വേഷിച്ചത് പിന്നെ സെയ്ദിനാണെന്ന് പിന്നീട് അറിയുന്നത്. അപ്പോ ഓർക്കൊപ്പം ദേഷ്യം പിടിച്ച് എന്ത് അവിടെ ഒരു അടിമക്കുട്ടിയായിരുന്നു ആര് സെയ്ദ്. ഒരു പിന്നെ അടിമനെ കൊണ്ട് കെട്ടിക്കാനപ്പം ഇങ്ങോട്ട് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെന്നൊക്കെ ഒരു ആക്ഷേപമൊക്കെ ഉണ്ടായി. ആ സമയത്താണ് പിന്നെ ആയത്തിറങ്ങുന്നത്. എന്ത് വമാക്കാൻ ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം എന്നുള്ള ആയത്ത്. അള്ളാഹും റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് അതിൽ വേറൊന്നും ആലോചിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയത്ത് അപ്പോഴാറുള്ളത്. അള്ളാഹും റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് അതിൽ അത് പൂർണ്ണമായി തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. അതിൽ വേറൊരു വെറുപ്പ്. അപ്പൊ റസൂൽ തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ പിന്നെ സെയ്ദിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കണമെന്ന്. പിന്നെ അത് റസൂല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒരു വെറുപ്പ് ഉണ്ടാവലൊരു മുഅ്മിനും യോജിച്ച വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോ സൈനബിനും എല്ലാത്ത പഠിച്ചോനെ എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുള്ള സൈനബ് ഓടി റസൂലാന്റെ പിന്നാലെ. എന്നിട്ട് എന്ത് ചെയ്ത് എനിക്ക് തൃപ്തിയാണ് റസൂലെ, സെയ്ദിനെ കൊണ്ട് ഇനി വിവാഹം കഴിക്കും, എനിക്ക് തൃപ്തിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാന്റെ വഹി ഇറങ്ങാണ് സെയ്ദ് റസൂലുള്ളാഹിക്ക്. സെയ്ദ് സൈനബിനെ തലാഖ് ചെല്ലും, എന്നിട്ട് ആ സൈനബിനെ നിങ്ങൾ വിവാഹം കഴിക്കണം. റസൂലുള്ളാഹിക്ക് അത് പഠിച്ചോനെ അള്ളാന്റെ ഓർഡറിനായി പിന്നെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹി കണ്ട് ബേജാറായി. എന്താ ബേജാറ്? സെയ്ദിന്റെ വളർത്തുപുത്രനാണ്. വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരെ മാതിരിയാണ് എന്നും അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണ് എന്ന ധാരണയാണ് ലോകത്തുള്ളത്. എന്നിട്ട് സെയ്ദിന്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ച ആൾക്കാർ ആക്ഷേപിക്കും. സ്വന്തം മരോള കെട്ടിയാണ് ആൾക്കാർ ആക്ഷേപിക്കൂല എന്ന പേടിയാണ് റസൂലുള്ളാഹിക്ക്. അപ്പോ അതാണ് അങ്ങനെ റസൂലുള്ളാഹിനെ അള്ളാഹ് ആദ്യം ഈ വിഷയം അറിയിച്ചിരുന്നു. സെയ്ദ് തലാഖ് ചെല്ലുന്നു, തലാഖ് ചെല്ലിയാൽ സൈനബിനെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നും അള്ളാഹു തആല അറിയിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ടു ദിവസം സെയ്ദ് ഇങ്ങനെ വരുന്നത്, എനിക്ക് സൈനബിനെ പൊറിപ്പിക്കാൻ സാധിക്കൂല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അവളെ തലാഖ് ചെല്ലുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഒരാള് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് ആക്ഷേപം പറയുമ്പോ എന്നാ തലാഖ് ചെയ്യുകയാണെന്ന് പറയലല്ലേ ഇതിന് മര്യാദ? അല്ല എന്താ അങ്ങനൊക്കെ ഉണ്ടാവും മസ്ലഹത്താക്കലല്ലേ ഒരാൾ മര്യാദ? ആ നിലക്ക് ഒക്കെ സാരില്ല, കുട്ടികളാകുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും, ഒക്കെ കുറച്ച് ക്ഷമിക്കണം, പിന്നെ തലാഖ് ചെല്ലൊന്നും വേണ്ട എന്നൊക്കെ റസൂലുള്ളാഹി സെയ്ദിനോട് പറഞ്ഞു. അതിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയാം. പിന്നെ വലമ്മാ ഖളാ സൈദുൻ മിൻഹാ വതറൻ സവ്വജ്നാകഹാ ലകൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖളൂ മിൻഹുന്ന വതറാ വകാന അംറുല്ലാഹി മഫ്ഊല. പിന്നെ അവിടെ അംസിക അലൈക സൗജക വത്തഖില്ലാഹ വതുഖ്ഫീ ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശൻ നാസ്. അള്ളാഹു ഒഴിവാക്കാൻ പോകുന്ന ഒരു കാര്യം നബിയെ തങ്ങൾ മറച്ചു വെക്കുകയാണോ? നിങ്ങൾ അള്ളാഹനല്ലേ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ മനുഷ്യന്മാരെയാണ് പേടിക്കുന്നത്. മനുഷ്യന്മാര് എന്താ പറയാന്നുള്ള റസൂലുള്ളാഹിന്റെ ഭയം. സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആക്ഷേപിക്കൂല എന്നാണ് റസൂലുള്ളാഹിന്റെ പേടി. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹിനെ ആണോ പേടി, മനുഷ്യന്മാരാണോ പേടി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ഖുർആനിലൂടെ. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയണേ, വഹയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റസൂലുള്ളാഹി മറച്ചു വെക്കുകയാണ്, ഇത് റസൂലുള്ളാഹി മറച്ചു വെച്ചിരുന്നു. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആയത്തിറങ്ങുന്നത്. നിങ്ങൾക്ക് അള്ളാഹിനെ പേടി, അതിലെ മനുഷ്യന്മാരെ പേടിയെന്നില്ലേ? അപ്പൊ സ്വന്തം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത് പിന്നെ റസൂലുള്ളാഹി മറച്ചു വെച്ചില്ലോ. വഹയിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കായിരുന്നു, റസൂൽ ഇത് മറച്ചു വെച്ചിരുന്നു. അപ്പൊ ആക്ഷേപിക്കുന്നത് റസൂലുള്ളാഹി ഖുർആനിലുണ്ടല്ലോ. അതും ഏതാനും ശരി. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതുകൊണ്ട്? അതാണ് ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, ഒരു രൂഢമൂലമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങളിൽ. ആ വിശ്വാസം തകർക്കൽ, അത് തിരുത്തുക, അതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. വളർത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരെ പോലെയാണ് എന്നും അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണ് എന്നും ഒരു ധാരണ അറബ് ലോകത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ അങ്ങോട്ട് പരന്നിട്ടുണ്ട്. ആ ധാരണ തിരുത്തേണ്ടതുണ്ട്.
വളർത്തുപുത്രന്മാർ തന്നെയാണ്, സ്വന്തം മക്കളാവൂല. അവരുടെ മരുമക്കൾ സ്വന്തം അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെ ആവുകയും ചെയ്യൂല. അത് വളർത്തുപുത്ര ആ കുട്ടിയുടെ വാപ്പ ആരാച്ചത് അതിന്റെ മകനാണ്. അപ്പൊ അന്യൊരാളുടെ ഭാര്യയാണത്. തൊട്ടാ ഒതു മുറിയും, അതിന് വിവാഹം കഴിക്കാം എന്നൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞറിയിച്ചാൽ പോരാ, ചില വിഷയങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല. കാരണം അത്രമാത്രം ജനങ്ങളിൽ ആ വിശ്വാസം അങ്ങോട്ട് പൂണ്ട് പിടിച്ചിട്ടുണ്ട്. വളർത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരെ മാതിരിയാണ്, അവരുടെ ഭാര്യമാർ സ്വന്തം മരുമക്കളെ പോലെയാണ് എന്ന വിശ്വാസം ലോകത്ത് മുഴുവൻ, അറബ് രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുവൻ അത് വ്യാപകമാവുകയും ആ വിശ്വാസത്തെ ജനങ്ങൾ അങ്ങോട്ട് പൂണ്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ധാരണ തിരുത്താൻ ഒരു വാക്കുകൊണ്ട് തിരുത്തിയാൽ പോരാന്നാ. അപ്പൊ ആ ധാരണ തിരുത്തുന്നത് അള്ളാൻ റസൂൽ കെട്ടിയിട്ടുണ്ട് എന്നായില്ലേ. അള്ളാൻ റസൂൽ സ്വന്തം വാർത്തുപുത്രന്റെ ഭാര്യ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വാർത്തുപുത്രന്റെ ഭാര്യ സ്വന്തം മരുമകളെ പോലെയല്ല. സ്വന്തം മരുമകളാണെങ്കിലോ തൊട്ടാ ഒന്നു മുറിയില്ല, കെട്ടാൻ പറ്റുമല്ലോ. അപ്പൊ ആ ധാരണ തിരുത്താൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു വിഷയമാണ് എന്ന്. അതാണ് ഇതില് വലിയ അതാണ് അതിന്റെ വിഷയം. മക്കളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ധാരണ തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്. പക്ഷെ അതോടുകൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇനി വളർത്തുപുത്രനെ ചില ആള് മുലകുടി ബന്ധം ഉണ്ട് നിൽക്കുക, അതിന്റെ സ്വന്തം പുത്രന്മാരെ കുട്ടികളെ മാതിരിയായി ദത്തെടുത്ത ആള് ആ കുട്ടിക്ക് മുല കൊടുത്തു. എന്നാ പിന്നെ മുലകുടി ബന്ധത്തിൽ കൂടെയുള്ള മകനാണ്. അപ്പൊ പിന്നെ അതിന്റെ ഭാര്യ സ്വന്തം മരുവാളെ പോലെയാണ് അങ്ങനെ മുലകുടി ബന്ധം ഉണ്ടെങ്കിൽ. അതിന് വിഷയം വേറെ. അപ്പൊ അതാണ് ആ സംഭവം. മറ്റൊരു ചോദ്യം, ഉംറയ്ക്ക് ശേഷം വിദാഇന്റെ തവാഫ് നിർബന്ധമുണ്ടോ? ഉണ്ട്. ഹജ്ജിന്റെ ശേഷവും ഉംറയ്ക്ക് ശേഷം, ഉംറന്റെ ശേഷം എന്ന് പറഞ്ഞാല് ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, എന്നിട്ട് പിന്നെ ഹറമിനോട് വിട പറയുകയാണ്. എന്നാൽ അവിടെ വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. അതേ സമയത്ത് ഒരാൾ വെറുതെ മക്കത്തേക്ക് പോയി, എന്നാൽ വദാഇന്റെ തവാഫ് നിർബന്ധമുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉലമാക്കളിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് മക്കയിലേക്ക് പോയി ഹജ്ജിന്റെ ഉംറന്റെ ആവശ്യത്തിന് വേണ്ടൊന്നുമല്ല, മറ്റാവശ്യത്തിന് മക്കയിലേക്ക് പോയതാണ്. എന്നാലും മക്കയോട് വിട പറയുമ്പോൾ വദാഇന്റെ തവാഫ് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, അത് ഹജ്ജിന്റെയും ഉംറയുടെയും അമല് മാത്രമാണ്. അപ്പൊ ഹജ്ജും ഉംറയും ചെയ്തിട്ട് മക്കയോട് വിട പറയുമ്പോൾ പിന്നെ വദാഇന്റെ തവാഫ് മതി എന്ന് പറഞ്ഞ ആ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും കുറെ ഗുണം, കുറെ എളുപ്പം അതായിരിക്കും. ഏതായാലും വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. പിന്നെ വേറൊരു വിഷയം, ജിദ്ദയിൽ നാട്ടിലേക്ക് പോരാ നിൽക്കുക, അപ്പൊ ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽക്കും നല്ലത് വേഗം അപ്പൊ തന്നെ കണ്ട് ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വദാഇന്റെ തവാഫ് ചെയ്തിട്ട് പോരാ നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടി വരും. പിന്നെ ഉസ്താദെ, മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, വിശദീകരിക്കുമോ എന്നാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ നിർബന്ധമാണ്, വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. ഹജ്ജിന്റെയും ഉംറന്റെയും ശേഷം വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ഹജ്ജിന്റെയും ഉംറന്റെയും ശേഷം എന്നുള്ളതല്ല, ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് ഒരാൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്, എന്നാൽ അവിടെ വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നാണ്. അതേ സമയത്ത് ഹജ്ജിന്റെ ഉംറന്റെ ഒന്നും ആവശ്യമില്ലാത്ത മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ മക്കയിലേക്ക് പോയി എന്നിട്ട് മക്കയോട് വിട പറയുകയാണെങ്കിലും വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്ന് നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ സ്ഥിരതാമസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മുവാത്തിനീങ്ങളാവണം എന്നാണ്. മുവാത്തിനാണ് ജിദ്ദയിൽ സ്ഥിരതാമസിക അവിടുത്തുകാരനാണ്. അയാൾക്ക് ഇതില്ല, അയാൾക്ക് എന്ത് വേണ്ട, വദാഇന്റെ തവാഫ് വേണ്ട. അതേസമയത്ത് നിങ്ങൾ അവിടുത്തെ മുവാത്തിനീങ്ങളല്ല, മുഖീമീങ്ങളാണ്. മുഖീമാവുമ്പോ പിന്നെ നിർബന്ധമാണ്.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് മയ്യിത്തിന്റെ മേൽ ഉസല്ലി ഫർളൽ മയ്യിത്തി ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്ത്, ഈ മയ്യിത്തിന്റെ മേലിൽ ഉള്ള ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. ഈ മയ്യിത്തിന്റെ മേലിലുള്ള ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. തന്നെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു സ്ഥലത്ത് ടൈൽസ് മൂത്രം ആയാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ടൈൽസ് ഇട്ട സ്ഥലത്ത് മൂത്രമായിട്ടുണ്ടെങ്കിലേ അതിന്റെ മേലെ വെള്ളം ഒഴുക്കിയിട്ടാണ് കളയാ. അത് ഇപ്പൊ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ എനിക്ക് അതിന് സൗകര്യമുള്ളൂ. ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ആ ടൈൽസ് ഇട്ട ആ മൂത്രമായ സ്ഥലത്ത് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ആ വെള്ളം കണ്ട് വടിച്ച് കളയുക, പുറത്തേക്കണ്ട് കളയുക. അതന്നെ, അതാണ് അത് ശുദ്ധീകരിക്കാനുള്ള മാർഗം. അതേസമയത്ത് വലിയ മുറ്റൊക്കെയാണ് നിൽക്കല്ലേ, വലിയൊരു കമ്പൗണ്ട് മറ്റൊക്കെയാണ്, അതിന്റെ നടുവിലൊക്കെ ടൈൽസ് ഒരു സ്ഥലത്ത് മൂത്രമായി, അപ്പൊ അതങ്ങനെ അവിടെ വെള്ളം ഒഴിച്ചിട്ട് പുറത്തേക്ക് കളയുക എളുപ്പമാവില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉള്ളത് ആദ്യം ഒരു ശീലത്തുകൊണ്ട് ആ മൂത്രം കൊണ്ട് ഒപ്പിയെടുക്കുക. പിന്നെ ഇവിടെ ഉള്ള മൂത്രത്തിന്റെ അടയാളം മാത്രമുള്ളത്, അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ വെള്ളം ആ മൂത്രമായ സ്ഥലം മുഴുവൻ മൂടുന്ന രീതിയിൽ വെള്ളം ചുരുക്കുക. അങ്ങനെ ശുദ്ധീകരിക്കാൻ വയ്ക്കുള്ളൂ. പിന്നെ നിഫാസുള്ള സ്ത്രീയുടെ നോമ്പ് നോക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എങ്ങനെ ഖളാ വീട്ടുക? നിഫാസുള്ള സ്ത്രീക്ക് നോമ്പ് വെക്കാൻ പറ്റൂല. ഹൈദുകാരിക്കും നിഫാസുകാരിക്കും നോമ്പ് വെക്കാൻ പാടില്ല, ഹറാമല്ലേ. പിന്നെ എങ്ങനെ ഖളാ വീട്ടാണ്? ഖളാ വീട്ട് എന്താണ്? ആ രക്തം മുറിഞ്ഞതിന് ശേഷം നിഫാസിന്റെ രക്തം ചുരുങ്ങിയത് ഒരു സെക്കൻഡ് സമയമാണ്. സാധാരണ സ്ത്രീകൾക്ക് 40 ദിവസം നിഫാസ് രക്തം ഉണ്ടാവാറ്. പ്രസവിച്ചുള്ള രക്തേ പിറ്റെടുക്കുന്ന പെണ്ണുങ്ങള് രക്തം മുറിയലേ, പിന്നെ അധികരിച്ചാൽ 60 ദിവസമാണ്. അതിനേക്കാൾ അപ്പുറം ഉണ്ടാകുന്ന രോഗമാണ് നിഫാസ് രക്തമല്ല. ഏതായാലും ശരി, ആ നിഫാസ് രക്തം മുറിഞ്ഞു, അതിനുശേഷം ശുദ്ധീകരിക്കുക. അതിനുശേഷം പിന്നെ ഖളാ തന്നെ. കുളിക്കൊന്നും വേണ്ട, ഖളാ കുളിക്കൊന്നും വേണ്ട, നിസ്കരിക്കാൻ കുളിച്ചാൽ മതി. രക്തം മുറിഞ്ഞു, കുളിക്കണതിന്റെ മുമ്പ് തന്നെ ജായിസാണ്, അനുവദനീയമാണല്ലോ ഏത് നോമ്പ് നിൽക്കല്. അപ്പൊ അങ്ങനെ തന്നെ ഖളാ വീട്ടല്. ഇത്രയും ചോദ്യങ്ങളാണ് ആദ്യത്തേതുള്ളത്. ഇനി കുറെ ചോദ്യങ്ങൾ ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട്. നേരം കുറെ വൈകില്ലപ്പോ, സമയം കുറെ വൈകിയല്ലോ. ഒരാൾ അയാളുടെ കല്യാണം ലളിതമായി ഇന്നത്തെ കാണുന്ന പോലെ അല്ലാതെ വളരെ ലളിതമായി കഴിക്കും എന്ന് വല്ലാഹി പറഞ്ഞു, സത്യം ചെയ്തു. ഇനി അങ്ങനെ അയാൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? സത്യത്തിൽ പഴച്ച കഫാർത്ത് കൊടുക്കണം. സത്യത്തിൽ പഴച്ചാല് അതിന്റെ കഫാറത്തുണ്ട്. ആ കഫാറത്ത് സത്യം ചെയ്തിക്കണെങ്കിലേ, പിന്നെ അയാളാണെങ്കിലോ ലളിതമായിട്ടൊന്നും കഴിച്ച വലിയതായിട്ട് കഴിച്ചു നിൽക്കുക. എന്നാൽ അയാള് സത്യത്തിൽ പഴച്ചതിന്റെ കഫാറത്ത് ഉണ്ട്. അത് 10 മിസ്കീന്മാർക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കുക. അതപ്പോൾ ഏറ്റവും എളുപ്പം. 10 മിസ്കീന്മാർക്കേ ഭക്ഷണധാന്യം കൊടുക്കുക, അതല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക. വസ്ത്രമാണ് ഒരു കൂട്ടു വസ്ത്രം എന്നാ തുണിയോ കുപ്പായോ ഏതിലൊക്കെ ഒന്നാ കൊടുത്താൽ മതി ഒരാൾക്ക്. അങ്ങനെ ഒന്നുകിൽ ഒരു തുണി അല്ല 10 തുണി കൊടുക്കുക 10 ആൾക്ക്, അല്ലെങ്കിൽ കുപ്പായം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും. ഇനി തുണിപ്പായൊക്കെ എല്ലാവർക്കും അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ 10 ആൾക്കും തുണിപ്പായൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏതായാലും 10 മിസ്കിന്മാർക്ക് ഭക്ഷണധാന്യമോ അതല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കുക. അതാണ് ഇതിന്റെ കഫാറത്ത് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത്. സ്ത്രീകളോ ചോദിച്ചാളുണ്ടോ എന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ ഓക്കെ. ഇയാളിപ്പോ ഉണ്ടാ? ചോദിച്ച ആളിപ്പോ ഉണ്ടാ? കേൾക്കുന്നില്ലേ? പിന്നെ ചോദിച്ച ആള് ഓടല്ലേ? ഈ ചോദിച്ച ആളാടണ്ട? പടച്ചോനെ, അദ്ദേഹം ചെയ്യാനാ തോന്നുന്നു. ഇനിയിപ്പോ നാളെ മറുപടി അറിയേണ്ടി വരും. പിന്നെ വേറെ ചോദ്യങ്ങളുണ്ട്. അതിപ്പോ ഇൻഷാല്ലാ നാളെ മറുപടി പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇപ്പൊ സമയം കുറെ വൈകി. ഇൻഷാല്ലാ വേറെ PM ഉണ്ട്. ഇൻഷാല്ലാ അതിന് നമുക്ക് നാളെ മറുപടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ഹിദ്മത്തായി കബൂൽ ചെയ്യുകയും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷവും നീ പൊറുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്.
അബൂ സവാദിന് 4 ദിവസം മുമ്പുള്ള ചോദ്യമൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ചോദ്യം ബാക്കി നോക്കണമെന്നില്ല. ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും, അബൂ സവാദ് കേട്ടിട്ടുണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ മറുപടി പറയാൻ ബാക്കിയുള്ള ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ, ഇന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വേറെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എൻ്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് ഇവിടെ എപ്പോഴും വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സുഖമില്ല എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഷാഫിയായ അള്ളാഹുവേ, അദ്ദേഹത്തിന് നിന്റെ മഹളായ ഫضل കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകണേ. അതുപോലെ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.